വെൽക്കം ടു സിവിലിയൻസ്. സിവിലിയൻസും അസോസിയേഷൻ ഫോർ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിഷൻ AEPWD വെബിനാർ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ വെബിനാർ സെഷൻ ഇനോഗ്രേറ്റ് ചെയ്ത് സംസാരിക്കാനും PWD ഡിപ്പാർട്ട്മെന്റിലെ തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട്. എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ സർ, ചീഫ് എഞ്ചിനീയർ PWD റോഡ്സ്. സാറിനെ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു. എൻ്റെ പേര് അജിത് രാമചന്ദ്രൻ. ഞാൻ നിലവിൽ PWD അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയറാണ്. റോഡ്സ് വിഭാഗത്തിൻ്റെ ചീഫ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും BTech അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ അതിൻ്റെകളും ഹയർ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിയുടെ അന്വേഷണത്തിലായിരിക്കണം. അപ്പോൾ പലരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ചെയ്യുന്ന എല്ലാ ആൾക്കാരും സർക്കാർ ജോലിക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം സർക്കാർ ജോലിക്കാരനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എഞ്ചിനീയർ ആണെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അഭിമാനമുള്ള കാര്യമാണ്. നിലവിൽ നമുക്കിപ്പം മുൻകാലങ്ങളിൽ സർക്കാർ സർവീസുള്ളവർക്ക് ഡയറക്റ്റ് പെൻഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത് മാറ്റിയിട്ട് പെൻഷൻ നമ്മുടെ PF പോലുള്ള പെൻഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സർക്കാർ ജോലിയിൽ ഒരു മുൻഗണനയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ നമ്മളെ പഠിത്തം കഴിഞ്ഞിട്ട് നേരെ തന്നെ ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 1991 BTech തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായത്. അതിനുശേഷം ഏതാണ്ട് 9-10 കൊല്ലത്തോളം ഞാൻ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ബിൽഡേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് നാൾ കൊങ്കൺ റെയിൽവേ പ്രോജക്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒരു പ്രൈവറ്റ് മേഖലകളിൽ ഒരു 10 വർഷത്തോളം എക്സ്പീരിയൻസ് കിട്ടിയതിൽ പിന്നെ ആണ് നമ്മുടെ PWDയിലേക്ക് 2000 വന്നത്. 1995 PSC നോട്ടിഫിക്കേഷൻ വന്നത്. 1998 എന്തോ ടെസ്റ്റ് നടന്നു. 2000 പബ്ലിഷിംഗ് ചെയ്തു. വലിയൊരു ലിസ്റ്റായിരുന്നു. കാരണം 1991 ശേഷം PWD ഇറിഗേഷൻ വകുപ്പുകളിൽ നടന്ന ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു 2000-2003 കാലഘട്ടത്തിലുള്ള ഏതാണ്ട് 300 അതിലധികം 400 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് വലിയൊരു ലിസ്റ്റായിരുന്നു. ആ ലിസ്റ്റിൽ നിന്നാണ് ഞാൻ പൊതുമരാമത്ത് വകുപ്പിൽ കയറിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് നമ്മുടെ എൻട്രി കേഡർ. ആയതിനു ശേഷം ഇപ്പം നിലവിൽ 25 വർഷത്തോളമായി ചീഫ് എഞ്ചിനീയറായിട്ട് പ്രൊമോഷൻ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ നിങ്ങളെ പോലുള്ള ആൾക്കാരെല്ലാം ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ MTech കഴിഞ്ഞതിന് ശേഷം മിക്കവാറും നിങ്ങളെല്ലാവരും ഒരു ടെസ്റ്റിന് വേണ്ടി PSC പരീക്ഷ എഴുതി സർക്കാർ ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ്, BTech MTech കഴിഞ്ഞവരാണ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും വലിയ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉദ്യോഗദാതാവെന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് PWD ആണ്. പിന്നെ അതല്ലാതെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനം, KSEB, പിന്നെ പോർട്ട്, ഹാർബർ എഞ്ചിനീയറിംഗ്, വാട്ടർ അതോറിറ്റി തുടങ്ങിയവയൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒഫീഷ്യൽ കാര്യങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് PWD. കാരണം PWDയുടെ മാനുവൽ വെച്ചിട്ടാണ് എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ജോലികൾ ചെയ്യുന്നത്. അപ്പം PWD മാനുവലാണ് എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെയും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെയും പിന്നെ ഒരു ബൈബിൾ എന്ന് പറയുന്നത് PWD മാനുവലാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ IRC കോഡുകളും സ്പെഷ്യൽ പബ്ലിക്കേഷൻസും ഒക്കെ മാനദണ്ഡമായി എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാധാരണഗതിയിൽ ഈ സർക്കാർ ഉദ്യോഗത്തിന് നമ്മൾ ഈ BTech MTech അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ IIT പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കുമ്പോൾ വലിയൊരു A to Z പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ടെസ്റ്റ് വിളിക്കുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും സാധാരണ PSC പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് അടിസ്ഥാനപരമായ വസ്തുത അറിയാമോ എന്നുള്ളതായിരിക്കും PSCയിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്നത്. അത് കാരണം തന്നെ വലിയ എലാബറേറ്റായിട്ട് പഠിക്കേണ്ടതില്ല. പിന്നെ ഇതേപോലെയുള്ള കോച്ചിങ് സെൻറ്ററുകളിൽ പോവുകയോ അങ്ങനെയുള്ള ഒരു വർഷത്തെ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാർക്കും പേർക്ക് നല്ല രീതിയിൽ തന്നെ PSC ടെസ്റ്റ് എഴുതാൻ പറ്റും. അതിലൂടെ തന്നെ സർക്കാർ ജോലികൾ കിട്ടാനും പറ്റും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഏറ്റവും വലിയൊരു വിഭാഗമാണ് PWD അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ്. അതോടൊപ്പം തന്നെ നിലവിൽ LSGDയും കൂടെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. ഒരുപക്ഷെ നാളുകളിൽ PWDയേക്കാൾ ഒരുപക്ഷെ ഏറ്റവും കൂടിയ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആവുക LSGD ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും PWDയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഏതാണ്ട് 29,000 കിലോമീറ്റർ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 29,000 കിലോമീറ്റർ റോഡുകൾ പരിപാലിക്കുന്നത് നിലവിൽ PWDയാണ്. ഇത് ഉപരിയായിട്ട് വേറെ ബിൽഡിങ്സ് ഉൾപ്പെടെ NH ഉൾപ്പെടെ പാലങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളും PWDക്കുണ്ട്. അപ്പോൾ PWD ഇപ്പോഴും എന്ന് തൊട്ട് PWD ഫോം ചെയ്തോ അന്ന് തൊട്ട് ഇപ്പോഴും PWD ലൈവാണ്. നാളെയും വളരെയധികം പ്രോജക്റ്റുകൾ PWDക്ക് ഉണ്ടാവും. അതിൻ്റെ പരമായിട്ട് തന്നെ PWDയിൽ ഒരു കാലത്തും PWDയുടെ നിലവിലുള്ള സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യതകളില്ല. അപ്പം ഇപ്പം നമ്മുടെ ഞാൻ PWDയുടെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ ഒരു ഘടന പറയാം. PWDയിൽ നിലവിൽ 10ഓളം ചീഫ് എഞ്ചിനീയർമാരുണ്ട്. ഏതാണ്ട് 29 സൂപ്രണ്ടിങ് എഞ്ചിനീയർമാരും 96 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും അതുപോലെ തന്നെ 322 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും 742 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും അടക്കം വലിയൊരു ഉദ്യോഗസ്ഥ പ്രസ്ഥാനമാണ് പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് 1823 പൊതുമരാമത്ത് വകുപ്പ് ഫോം ചെയ്യുന്നത്. അന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കേരള സംസ്ഥാനമില്ല, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും പോലുള്ള പ്രോവിൻസുകളായിരുന്നു. അന്ന് ഹജൂർ കച്ചേരി, ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മരാമത്ത് പണികൾ വർക്ക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിക്കുന്നത്. അന്നത്തെ അതിൻ്റെ പേര് പണിവകൈ മരാമത്ത് എന്നായിരുന്നു. പിന്നീട് 1956 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ്, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിക്കുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് പ്രവൃത്തികളും, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് പ്രവൃത്തികളും പൊതുമരാമത്ത് വകുപ്പാണ് ചെയ്യേണ്ടിയിരുന്നത്. അന്ന് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് വകുപ്പ് എന്നുകൂടെ പേരുണ്ടായിരുന്നു. ആയതിനു ശേഷം ഓരോ വിങ്ങുകളും പ്രത്യേകമായി തനതായിട്ടുള്ള അതിൻ്റേതായ രീതികളിൽ വിപുലീകരിക്കേണ്ടി വന്നപ്പോൾ വാട്ടർ അതോറിറ്റി, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതെല്ലാം പ്രത്യേകമായി. KSEBയിലും സിവിൽ എഞ്ചിനീയറിംഗ് ആൾക്കാർക്ക് ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. അപ്പം അതിനുശേഷം PWD രണ്ടായിട്ട് 1991 സ്പ്ലിറ്റായി 2 വലിയ ഡിപ്പാർട്ട്മെൻറ്റുകളായി, പൊതുമരാമത്ത് വകുപ്പും ഇറിഗേഷൻ വകുപ്പും. അതിനുശേഷം 2000-ന് ശേഷം LSGD എന്നുള്ളൊരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഫോം ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യ കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ സുഗമമായിട്ട് ഇതിനെ PSC പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യമുണ്ടോ, പക്ഷെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ തന്നെയാണ് ഒരു പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്കും മിക്കവാറും 75% ആൾക്കാർക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗം കിട്ടുന്നതിലാണ് താല്പര്യം. കുറച്ച് പേർക്ക് അതല്ലാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി റിസർച്ചോ അല്ലെങ്കിൽ അങ്ങനെ പോകണം എന്നുള്ള കുറച്ച് പേർക്കാരുണ്ട്. അപ്പം ഈ പറയുന്ന എല്ലാവർക്കും സർക്കാർ ഉദ്യോഗം കിട്ടണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ അറിവുള്ളവർക്കും അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നവർക്കും എന്തായാലും ഒരു നല്ലൊരു കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിലവിൽ ഇപ്പോഴും സാധ്യതകൾ വളരെയാണ്. അപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ കോച്ചിങ് സെൻ്റർ വഴി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖമായിരിക്കും. ഇനി നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര വേക്കൻസി വരും. നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, ലിസ്റ്റിൽ വളരെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴും നിലവിൽ പൊതുമരാമത്ത് വകുപ്പിനും ജലസേചന ഇറിഗേഷനും കൂടെ കോമൺ ആയിട്ടൊരു പരീക്ഷയാണ് വിളിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പരീക്ഷ എഴുതിയതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്യുന്നു. ആ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇറിഗേഷൻ്റെ കാര്യം എത്ര വേക്കൻസി എന്നുള്ള കാര്യം എനിക്കറിയില്ല. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ 2026 2023 ഒരു വലിയ റിട്ടയർമെൻറ്റ് നടന്നു, ഓരോ ബാച്ച്. അതിനുശേഷം 2025-26 ഞങ്ങളുടെ ബാച്ച് റിട്ടയർ ചെയ്യുമ്പോഴാണ് അടുത്ത ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. അതിനുശേഷം 2028 ഞങ്ങളുടെ തൊട്ട് ജൂനിയർ ബാച്ച്, അടുത്ത ബാച്ച് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വേക്കൻസി അവിടെ വരും. എനിക്ക് തോന്നുന്നു PSCയുടെ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി ഇപ്പോഴും 3 വർഷമാണെന്ന് തോന്നുന്നു, കുറച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എങ്കിലും ഈ വർഷം പൊതുമരാമത്ത് വകുപ്പിൽ ഏതാണ്ട് 150 അധികം വേക്കൻസികൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർ വേക്കൻസികൾ വരും. പൊതുമരാമത്ത് വകുപ്പിൽ വേക്കൻസികൾ വരുന്നത് ചീഫ് എഞ്ചിനീയർ തൊട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്യുമ്പോൾ ആ ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നടത്തുമ്പോഴാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തലത്തിൽ വേക്കൻസികൾ വരുന്നത്. കൂടുതലും ഹയർ പോസ്റ്റുകളിൽ റിട്ടയർമെൻറ്റ് വരുമ്പോഴാണ് എൻട്രി കേഡറായി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൽ റിട്ടയർമെൻറ്റ് വരുന്നത്. അല്ലാതെ അപൂർവം കുറച്ച് ആൾക്കാർ, കാരണം എന്താ വെച്ചാൽ
അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ മാനദണ്ഡം ബിടെക് അല്ല, പ്രൊമോട്ടികൾ, അതായത് ഡിപ്ലോമോ, ITI തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഗ്രേഡ് ഓവർസിയർമാർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷ എഴുതി എഴുതാം. പക്ഷെ അവർക്ക് ഒരു പ്രായപരിധി കഴിയുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ റിട്ടയർ ചെയ്യേണ്ടി വരും. അതാണ് ഡയറക്റ്റ് ആയിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ റിട്ടയർ ചെയ്യുമ്പോൾ വേക്കൻസി വരുന്നത്. അപ്പം അടുത്ത വർഷം ചീഫ് എഞ്ചിനീയർ തലം തൊട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ തലം വരെ റിട്ടയർമെന്റ് വരുമ്പോൾ ഏതാണ്ട് 150 തൊട്ട് 200 വരെയുള്ള വേക്കൻസികൾ പൊതുമരാമത്ത് വകുപ്പിൽ തന്നെ വന്നേക്കാം. അതേപോലെ തന്നെ ഇത് കമ്പൈൻഡ് ഒറ്റ ഇതായിട്ട് 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കുമെങ്കിലും പരീക്ഷ ഒന്നായത് കാരണം ഇറിഗേഷൻ വകുപ്പിലും ഏതാണ്ട് ഒരു 100 തൊട്ട് 180 വരെ വേക്കൻസികൾ വരും എന്നാണ് അറിയുന്നത്. അങ്ങനെ ആകെ മൊത്തം 300-ൽ കുറയാത്ത വേക്കൻസികൾ, അതിൽ കൂടുമെങ്കിലേ ഉള്ളൂ, 300-ൽ കുറയാത്ത വേക്കൻസികൾ അടുത്ത 3 വർഷത്തേക്ക് ഈ 2 ഡിപ്പാർട്ട്മെന്റുകളിലും വന്നേക്കാം. ഇതുകൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേകം വിളിക്കാറുണ്ട്. പിന്നെ ബാക്കി പിന്നെ KICB വിളിക്കാറുണ്ട്. KICBകൾ ഇപ്പോൾ സിവിൽ പോസ്റ്റുകൾ വളരെ കുറവാണ്. ഇലക്ട്രിക്കൽക്കാണ് മുൻതൂക്കം. ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിന് KICBയിലും ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇതനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ PSC പരീക്ഷ വലിയൊരു കടമ്പയൊന്നുമില്ല. അത്യാവശ്യം പഠിക്കുകയും ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പരീക്ഷ വളരെ സുഗമമായിരിക്കും. അപ്പം നിങ്ങളെല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോഴും സർക്കാർ സർവീസിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന കുട്ടികൾക്ക് PSC പരീക്ഷ കടക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയൊന്നുമല്ല. അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കുക, കോച്ചിങ് ക്ലാസ്സുകൾക്ക് പോവുക. നിങ്ങൾ 6 മാസം 1 വർഷമൊക്കെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു PSC ലിസ്റ്റിൽ കടന്നുകൂടുക എളുപ്പമാണ്. വേക്കൻസിക്ക് അനുസരിച്ചുള്ള പ്ലേസ്മെൻറ്റും അവിടെ നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, മാത്രമല്ല ഇപ്പം ഇന്ന് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന ഈ ഫീൽഡിൽ തന്നെ ടീച്ചിങ് രംഗത്ത് വളരെ പിന്നെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേർക്ക് കോച്ചിങ് കൊടുത്ത് ഒരുപാട് പേര് സർക്കാർ സർവീസിൽ പ്രവേശനം നേടിയിട്ടുള്ള ഒരു സെൻറ്റർ കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പരീക്ഷ, നിങ്ങൾ അവിടെ ചേരുകയാണ്, നിങ്ങൾക്ക് എവിടെ വേണം ചേരാം, സ്വയമായിട്ട് പഠിക്കുക. ബാക്കി പരീക്ഷകൾ എങ്ങനെയാണ് എഴുതാനുള്ള, എത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വരാം, ഈ കാര്യങ്ങളൊക്കെ കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ സ്വയം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC ലിസ്റ്റിൽ കടന്നുകൂടി അങ്ങനെ ഈ സർക്കാർ ജോലി പിന്നെ ലഭ്യമാവുകയും ചെയ്യും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ യുവർ വേർഡ്സ്. അടുത്തതായി നമ്മുടെ വെബിനാർ സെഷൻ ആരംഭിക്കാം. അതിനായി മിസ് ജീവ വിജയൻ, അസിസ്റ്റന്റ് പ്രൊഫസർ സിവിലിയൻസ്, മിസ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറയാം. ഇപ്പം നമുക്കറിയാം, വരാൻ പോകുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് എല്ലാവരും, BTech കഴിഞ്ഞ എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD. അപ്പം ആ എക്സാമിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, മുന്നേ നടന്ന എക്സാമിന് എങ്ങനെയായിരുന്നു അഡ്വൈസ് പോയത്, എത്ര പേർക്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു, ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവാൻ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ, ഇനി എങ്ങനെയാണ് നമ്മൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, വരാൻ പോകുന്ന വേറെ എക്സാംസ് എന്തൊക്കെയാണ്, ഏതൊക്കെ എക്സാംസ് അല്ലെങ്കിൽ ഒരു BTech ലെവലിൽ എന്തൊക്കെ എക്സാംസ് വരാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്കറിയാം, ഇന്നത്തെ വെബിനാറിൻ്റെ പേര് തന്നെ മിഷൻ PWD എന്നാണ്. അപ്പം നമുക്ക് നോക്കാം, ഇതിനു മുന്നേ ഏതൊക്കെ PWD എക്സാംസ് ആണ് റീസെൻ്റ് ആയിട്ട് നടന്നത്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യം. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഞാൻ ആദ്യമേ അഡ്രസ്സ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്ന് വരും? അതായിരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം, ശരിയല്ലേ? നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ ഡിസംബർ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഡിസംബറിന് മുന്നേയും വരാം. നമ്മൾ ഒരു മാക്സിമം ആണ് ഒരു ഡിസംബർ എന്ന് പറയുന്നത്, അതിന് മുന്നേയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പഴയതുപോലെയല്ല, നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ എക്സാം നടക്കുന്ന ഒരു ട്രെൻഡും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് 2-3 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എക്സാമും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ഒരുപാടില്ല. നമ്മളിപ്പോഴേ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, കഴിഞ്ഞ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണമല്ലോ. അപ്പം 2023 ലാസ്റ്റ് PWD എക്സാമിനേഷൻ നടന്നു. അതിനു മുന്നേ 2020 ഫെബ്രുവരിയിലാണ് PWD നടന്നിട്ടുള്ളത്.
അപ്പൊ 2 ലിസ്റ്റിന്റെയും ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ 2023 ജൂണിൽ നടന്ന പരീക്ഷയാണ് കാറ്റഗറി നമ്പർ 660/2022. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം PWD ഇറിഗേഷൻ ഹൗസിംഗ് ബോർഡ് ഒരുമിച്ചാണ് പരീക്ഷ നടത്തിയത്. അതിൽ PWDയുടെ കാറ്റഗറിയാണ് 660/2022. അപ്പൊ ഈ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ടോട്ടൽ പോയിട്ടുള്ള അഡ്വൈസ് 40ആണ്. ഇപ്പൊ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ വെരിഫിക്കേഷൻ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മൊത്തം നമുക്ക് കാൻഡിഡേറ്റ്സ് ആയിട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 161 പേരാണ്. മെയിൻ ലിസ്റ്റിൽ വെറും 70 പേരാണ് ഉൾപ്പെട്ടത്. 2023 പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് വളരെ ചെറുതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം 161 പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ 70 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 82 പേരുണ്ടായിരുന്നു. ഡിഫറെന്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 9 പേരും ഉണ്ടായിരുന്നു. എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 56.33 ആണ്. ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് 72.33 ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ നടന്നതിന് ഏകദേശം അടുത്തുള്ളൊരു കട്ട് ഓഫ് തന്നെയാണ്. കട്ട് ഓഫിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. 56.33 ആണ് നമുക്ക് വന്ന കട്ട് ഓഫ്. ഇനി അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 2025 ജൂൺ 12 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലിസ്റ്റിൽ നിന്നും ടോട്ടൽ 40 അഡ്വൈസ് ആണ് നമുക്ക് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ അഥവാ ജനറൽ കാറ്റഗറിയിൽ നമുക്ക് 23 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഇത് ലാസ്റ്റ് റാങ്ക് എവിടം വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നമുക്ക് 23 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. OBC, EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇതിനെല്ലാത്തിൻ്റെയും ലാസ്റ്റ് റാങ്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ലാസ്റ്റ് റാങ്കും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 40 അഡ്വൈസ് മാത്രമാണ് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. പൊതുവെ ആ 2023 പരീക്ഷ വിളിക്കുന്ന സമയത്ത് വലിയ വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെറിയൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടതാണ് 161 കാൻഡിഡേറ്റ്സ് മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കാരണം അത്രയും വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. റിപ്പോർട്ട് ചെയ്തതും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണാം. ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവില്ല ആ ലിസ്റ്റിന്. പക്ഷെ എങ്കിലും ലിസ്റ്റ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് അറിയാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ ഇത് 2023 ലിസ്റ്റാണ്. 2023 നടന്ന പരീക്ഷയുടെ ലിസ്റ്റാണ്. അപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് ശ്രീ ആനന്ദാണ്. റിട്ടൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിട്ടൺ ടെസ്റ്റിന് 70.33, ഇന്റർവ്യൂവിന് 13 മാർക്കാണ്. ഞാൻ നേരത്തെ കാണിച്ച ഹയസ്റ്റ് മാർക്ക് എത്രയായിരുന്നു? ആ 72.33 കിട്ടിയ ആള് വിപിൻ MP സെക്കൻഡ് റാങ്കാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന് കുറച്ച് മാർക്ക് കുറവായിരുന്നു. ഇപ്പൊ മുന്നേ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ് റിട്ടൺ ടെസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് നന്നായിട്ട് സ്കോർ ചെയ്താലേ നമുക്ക് റാങ്ക് ലിസ്റ്റ് മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്കൊന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൻ ലിസ്റ്റ് കാണിച്ചത്. എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് തോന്നും. നിങ്ങൾക്ക് സം എടുത്തിട്ടാണ് ടോട്ടൽ മാർക്ക് വരുന്നതും റാങ്ക് ഡിസൈഡ് ചെയ്ത്. അപ്പൊ റിട്ടൺ ടെസ്റ്റിൽ ഹയസ്റ്റ് കിട്ടിയ ആൾ താഴോട്ട് പോയത് കണ്ടോ? നിങ്ങൾ താഴെ നോക്കിയാൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും വെച്ചിട്ട് മാറും. നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വരെ. ഇത് മെയിൻ ലിസ്റ്റ് മാത്രമാണ് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് സൈഡിലായിട്ട് അവരത് നോട്ട് ചെയ്യും. അപ്പൊ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 70 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ലിസ്റ്റാണ് കഴിഞ്ഞ PWDയിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അത് കണ്ടിട്ട് ആരും പാനിക് ആകണ്ട. കാരണം അന്ന് വേക്കൻസീസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു മാസ് റിട്ടയർമെന്റ് ഒക്കെ ഉണ്ട്. ഒരുപാട് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി PWDയും വരുന്നുണ്ട്, ഇറിഗേഷൻ എയും വരുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് എക്സാം ആയിരിക്കും, ഒരുമിച്ചല്ല. ഈ നടന്നത് കമ്പൈൻഡ് എക്സാമിനേഷൻ ആണ്. PWD, ഇറിഗേഷൻ ആൻഡ് ഹൗസിംഗ് ബോർഡാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നതിൽ PWD എക്സാം സെപ്പറേറ്റ് ആയിരിക്കും, ഇറിഗേഷൻ സെപ്പറേറ്റ് ആയിരിക്കും. ഇറിഗേഷൻ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും വരാനുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഹൗസിംഗ് ബോർഡ് വരാനുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയും വരാനുണ്ട്. പക്ഷെ PWന് ഇറിഗേഷനും ഉള്ള അത്രയും വേക്കൻസി നമുക്കതിൽ പ്രതീക്ഷിക്കാനില്ല.
പക്ഷെ എന്നാലും വരാനുള്ളത് ഈ 3 എണ്ണമാണ്: PWD, ഇറിഗേഷൻ, ഹൗസിംഗ് ബോർഡ്, കേരള വാട്ടർ അതോറിറ്റി. ഈ 4 AE എക്സാം നമ്മൾ അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ വേക്കൻസി കുറഞ്ഞ എക്സാംസിന് എഴുതുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ നല്ലൊരു റാങ്കിലേക്കൊക്കെ വരിക. നമ്മൾ വേക്കൻസി കൂടിയ എക്സാം മാത്രം നോക്കി കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ എല്ലാ എക്സാമും ഒരുപോലെ കൺസിഡർ ചെയ്ത് എഴുതണം. നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു പരീക്ഷയിലായിരിക്കാം നല്ലൊരു റാങ്ക് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ എക്സാമും ഒരേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ കാണുക. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇതിന് മുന്നേ നടന്ന 2023 മുന്നേ നടന്ന ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. കാറ്റഗറി നമ്പർ 232/2018 ഫെബ്രുവരി 2020 2020 ഇതിന് മുന്നേ ഒരു PWD AE എക്സാം നടന്നത്. അപ്പൊ അവിടെ കുറച്ചുകൂടി വലിയൊരു ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിരുന്നത്. നമുക്ക് ആദ്യം അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കട്ട് ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ? 52.33. 2023 നടന്നപ്പോൾ 56.33 ആയിരുന്നു. ഇതിപ്പോ 52.33. അത് വലിയ വ്യത്യാസം കട്ട് ഓഫിൽ വന്നിട്ടില്ല. ഹയസ്റ്റ് മാർക്ക് നോക്കിയാലും അതുപോലെ തന്നെയാണ്, 73.67. നേരത്തെ നമ്മൾ ഈ റേഞ്ചിൽ തന്നെയാണ് ഹയസ്റ്റ് മാർക്ക് കണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ PWD AE, ഇറിഗേഷൻ AE, നമ്മുടെ AE എക്സാമിന്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ LSDD AE ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടതാണ്. കമ്പാരിറ്റീവ്ലി അത് കുറച്ച് സിമ്പിൾ ആണെന്ന് വേണം സത്യം പറഞ്ഞാൽ പറയാനായിട്ട്. കാരണം അതിന് മുന്നേ ഉണ്ടായിരുന്ന AE എക്സാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കമ്പയർ ചെയ്യണം, നല്ല ഡിഫിക്കൽട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ LSDD കുറച്ചൊന്ന് ഒരുപാട് ഈസി ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്യാവശ്യം കുറച്ചൊന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വേക്കൻസി ഉള്ള പരീക്ഷയും കൂടിയാണ്, അതുകൊണ്ടുമായിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു റേഞ്ച് തന്നെ ഇനിയും പ്രതീക്ഷിക്കുക. കണ്ടോ, കട്ട് ഓഫിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, ഹയസ്റ്റ് മാർക്കും ഏകദേശം അടുപ്പിച്ച് തന്നെയാണ്. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇനിയിപ്പോ ഒരു 60 നിങ്ങൾ കൂട്ടിയാലും കുഴപ്പമില്ല. വരാൻ പോകുന്ന എക്സാംസിന് ഒരു 60 കട്ട് ഓഫ് എന്നുള്ള രീതി മനസ്സിൽ വെച്ചാൽ പോലും നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാവുന്നേ ഉള്ളൂ. 60 കട്ട് ഓഫ് വരും എന്നല്ല ഞാൻ പറയുന്നത്, ഇനി ആരും അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ നമ്മുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ അത്രയെങ്കിലും നെഗറ്റീവ് ഇല്ലാതെ സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അതിൽ യാതൊരു സംശയവും. അത് തന്നെയാണ് നമുക്ക് നല്ലത്. ഒരുപാട് ഈസി ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനേഷൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവല്ലോ, വെരി ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ അതിലുള്ള പ്രശ്നം എന്താണ്, ഓരോ മാർക്കും ഭയങ്കര ക്രൂഷ്യലായിട്ട് വരും. നമുക്കൊരു നെഗറ്റീവ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലിസ്റ്റിൽ നിന്നേ പുറത്തേക്ക് പോകാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നല്ലത്. ശരി, ഇനി നമുക്ക് എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു നോക്കാം. 400 പേരാണ് അന്നത്തെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. നമുക്ക് 2023 നടന്നപ്പോൾ നിങ്ങൾ നമ്പർ കണ്ടതാണ്, 70 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് 400 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ 237 പേര്, ഡിഫറെന്റ്ലി ഏബിൾ ലിസ്റ്റിൽ 31. ടോട്ടൽ 668 പേരുടെ ലിസ്റ്റാണ് അന്ന് പബ്ലിഷ് ചെയ്തത്. ഇനി അതിൽ നിന്ന് എത്ര അഡ്വൈസ് പോയി നോക്കാം. 166 അഡ്വൈസ് പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 2020 ശേഷം പരീക്ഷ വന്നപ്പോൾ അത്രയും വേക്കൻസി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 40 അഡ്വൈസിൽ ഒതുങ്ങിപ്പോയത്. പക്ഷെ ഇപ്പൊ ഇനി നടക്കാൻ പോകുന്നതിൽ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ഒരു അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 166 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് റാങ്കിന്റെ ഡീറ്റെയിൽസും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് അത് പോയത് 2024 ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഒന്ന് ചെയ്യാം. 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ലേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ. കാരണം 2020 നിന്ന് കുറച്ചൊക്കെ ട്രെൻഡ് ഒക്കെ മാറിയിട്ടുണ്ട്, ഒരു 6 വർഷമായല്ലോ. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് നടന്ന എക്സാമിന് എങ്ങനെയായിരുന്നു നോക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ആദ്യം നോട്ടീസ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഇട്ടേക്കുന്നത് RCC. 19 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ AE എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ LSDDക്കോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എത്ര വന്നു എന്ന് RCCയിൽ? ഒന്ന് കൺമ്യൂട്ട് ചെയ്ത് പറയാം ഓർമ്മയുള്ളവർക്ക്. ഇപ്പൊ കഴിഞ്ഞ AEക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു RCCയിൽ? 18 ക്വസ്റ്റ്യൻസ് ആണ് RCCയിൽ നിന്ന് വന്നത്. അതായത് നമ്മൾ ഇനി അതോ അതിൽ കൂടുതലോ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ ഇതിൽ 19 ആണ്, ഇപ്പൊ 18 വന്നു, ചിലപ്പോൾ 20 വരാം, 20ൽ കൂടുതൽ വരാം. RCC വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. IS കോഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ ഭാഗ്യത്തിന് ഇപ്പൊ LSDD AEയിൽ നിങ്ങൾ കണ്ടതാണ്, കോഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. അതും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ക് ഫാക്ടറാണ്. ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടും,
അല്ലെ? അപ്പൊ നമുക്ക് ഇനി അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് RCC. നിങ്ങൾ തന്നെ ഓർത്തു നോക്കുക, ഒരു 19-20 മാർക്ക് RCC ഇന്ന് കിട്ടിയാൽ അത് തന്നെ ആയില്ലേ, പിന്നെ നമ്മൾ ബാക്കി മാർക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. ഓക്കെ, അപ്പൊ RCC എല്ലാവരും അത് നോട്ട് ചെയ്തിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. മോസും എസ്സേയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് മൊത്തം ഇപ്പൊ സ്ട്രക്ചറിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എത്ര മാർക്കായെന്ന് നോക്കി, ഒരു 29 മാർക്സ് നമുക്ക് അവിടെ കിട്ടും. ഇനി സ്റ്റീലും ഉണ്ട്, സ്റ്റീലും കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 30 മാർക്കിൽ കൂടുതൽ അവിടെ തന്നെ നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അത്രയും നന്നായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ, കാറ്റഗറൈസ് ഒക്കെ ചെയ്ത് പ്രയോറിറ്റി കൊടുത്ത് വാല്യൂസ് ഒക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇനി നോക്കുകയാണെങ്കിൽ അനദർ 2 ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്, ജിയോ ടെക്കും ട്രാൻസ്പോർട്ടേഷൻ. കണ്ടോ, 11 മാർക്ക് വീതം വന്നിട്ടുണ്ട്. അത് തന്നെ അപ്പൊ എത്രയായി നോക്കി, 22 അല്ലെ? അപ്പൊ നമുക്ക് സ്ട്രക്ചറൽ സബ്ജക്റ്റിന് ഒരു 30-ൽ കൂടുതലും ജിയോ ടെക് എൻവയോൺമെന്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ എക്സാംസ് ആണെങ്കിൽ നമ്മൾ കട്ട് ഓഫ് റീച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, FM-ന് ഒരു 8 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് സ്ഥിരമായിട്ട് ഈ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന സബ്ജക്ട്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ എക്സാം നിങ്ങൾ നോക്കിയാൽ മതി, LSTD-ക്കും 10 വെച്ചിട്ട് 10 മാർക്കിന് ജിയോ ടെക് വന്നിട്ടുണ്ട് അല്ലെ, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ 10 മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കിയേ, 10 ജിയോ ടെക്, 10 എൻവയോൺമെന്റില്, 10 ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ RCC ഒരു 18. ഇത്രയൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ. ഇതിലെല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് സബ്ജക്ട്സ് സ്കിപ്പ് ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സബ്ജക്ട്സ് ചിലപ്പോൾ ഈസി ആയിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് LSTD-AE എക്സാമിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് ചോദിച്ചത്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ നിന്ന് വന്നത്. അപ്പൊ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ ചിലയിടത്ത് നല്ല ഈസി ആയിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ വെയിറ്റേജ് നോക്കണം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സബ്ജക്റ്റിന് കൊടുക്കണം. RCC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് വാല്യൂസ് ചെയ്യണം. ജിയോ ടെക് ആണെങ്കിൽ ഒരുപാട് പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ട്രാൻസ്പോർട്ടേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടുപ്പിച്ച് വന്നിട്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചൊന്ന് സ്ട്രാറ്റജൈസ് ചെയ്ത് തന്നെ പഠിക്കാം. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 8 മാർക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും BOD-യുടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ഥിരമാണ് BOD-യുടെ ഒരു പ്രോബ്ലം വരും. ഇനി പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിൻ്റെത് കഴിഞ്ഞ PWD-AEക്കും ചോദിച്ചൊരു പ്രോബ്ലമാണ്. അവിടെ BOD-യുടെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സിനെ ബേസ് ചെയ്ത് പ്രോബ്ലം വരാറുണ്ട്. ജിയോ ടെക് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, എഫക്റ്റീവ് സ്ട്രെസ്, ഇതിൽ നിന്നെല്ലാം പ്രോബ്ലം വരും. കൺസോൾട്ടേഷൻ, ഇങ്ങനെയാണ് ആ പ്രോബ്ലത്തിന്റെ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പോർഷൻസ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെയാണ് നമുക്ക്. ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, സ്ട്രക്ചറൽ, ഇങ്ങനെ എല്ലാത്തിനും ഒരു ട്രെൻഡ് ആക്ച്വലി ഉണ്ട്. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. എക്സാംസിന് ഒരിക്കലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല. പുതിയ ക്വസ്റ്റ്യൻസ് ഇടും, പക്ഷെ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആ ട്രെൻഡ് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ് നോക്കാം. ഇപ്പൊ BMBC 6 മാർക്ക്. നിങ്ങൾ ഓവർസിയർ ലെവൽ എക്സാംസിന് എല്ലാം ഈ 2 സബ്ജക്റ്റ് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതും പഠിച്ചിരിക്കണം. കാരണം 6 മാർക്ക് ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതും നോക്കിയിരിക്കണം. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എവിടെയാണോ ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ സ്കോർ ചെയ്യണം. വാട്ടർ റിസോഴ്സ് 4 മാർക്സിനെ ചോദിച്ചിട്ടുള്ളൂ. എസ്റ്റിമേഷൻ 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓവർസിയർ ലെവലിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് തറവാക്കി പ്രോബ്ലം കൂടി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എസ്റ്റിമേഷനിൽ എന്തായിരിക്കും പ്രോബ്ലം വരുന്നത്, ക്വാണ്ടിറ്റി മെഷർമെന്റ്, ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരും അല്ലെ, വാല്യുവേഷനിലുള്ള വരും, ക്യാപിറ്റൽ എമൗണ്ട് ഒക്കെ വെച്ചിട്ട്, സിങ്കിങ് ഫണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് വരാം. അങ്ങനെയുള്ള പ്രോബ്ലംസും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. ഓവർസിയർ ലെവലിൽ നമുക്കത് ആവശ്യമില്ല, പക്ഷെ ഈ ലെവലിൽ ആ പ്രോബ്ലംസും കൂടി നോക്കിയിരിക്കണം. പിന്നെ സർവേയിങ് 6 മാർക്ക്. ഇപ്പൊ സർവേയിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്ഥിരമായിട്ട് പ്രോബ്ലം വരുന്നത് ചെയിനിങ് എന്ന് പ്രോബ്ലം വരും, ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത് വരാം. അങ്ങനെയൊക്കെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ കോൺക്രീറ്റ് ടെക്നോളജിയും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റും കൂടി ഒരു 9 മാർക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഒരു 3 മാർക്ക്. പക്ഷെ ഇപ്പോൾ LSTD-AE വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ട്രെൻഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് 7 ക്വസ്റ്റ്യൻ ആണ് ഈ പ്രാവശ്യം ചോദിച്ചത്.
പക്ഷെ എളുപ്പമായിരുന്നു. അത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ പഠിക്കുക. ഒന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം ഈ എക്സാമിനേഷൻ ആണ്. എവിടെയെങ്കിലും നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് വന്നാൽ അത് നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പക്ഷേ മാർക്ക് കൂടിയ സബ്ജക്ട്സ്, എന്തായാലും ചില സബ്ജക്ട്സിന് മാർക്ക് കൂടുതലായിരിക്കും, അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. കൂടുതൽ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം അത് ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ RCCക്ക് ഇതിലും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ള എക്സാമിനേഷൻസ് ഉണ്ട്. 20-25 ക്വസ്റ്റ്യൻ വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്കത് പ്രതീക്ഷിക്കാം. RCC മാത്രമല്ല, പല സബ്ജക്ട്സ്. അപ്പൊ അതുകൊണ്ട് വെയിറ്റേജ് കൂടിയതിന് കൂടുതൽ ടൈം അലോട്ട് ചെയ്ത് കൂടുതൽ ലെവലിലേക്ക് ഡീപ്പായിട്ട് പഠിക്കണം. ബാക്കിയുള്ളതും കവർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റഡി സ്ട്രാറ്റജി വേണ്ടത് എന്ന് കൂടെ നോക്കാം. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ആ ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് ഇത്രയും അടുത്ത പരീക്ഷ വരും, നമ്മൾ ഒരിക്കലും ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെന്ന് ആദ്യമേ മനസ്സിലങ്ങ് വിശ്വസിക്കരുത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി കുറേ സമയമുണ്ട് അടുത്ത എക്സാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് ഇപ്പോഴേ തന്നെ തുടങ്ങണം. പെട്ടെന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം അനൗൺസ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഡിസംബർ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാക്സിമം ടൈമാണ്. നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഫെബ്രുവരിയിൽ പരീക്ഷയാണ് എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് അടുത്തു അല്ലെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ആ സമയത്ത് നമ്മൾ പാനിക് ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചങ്ങ് തുടങ്ങി. ഇപ്പൊ 30-ാം തീയതി നിങ്ങൾക്ക് ഒരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ കഴിയുമ്പോഴേ സ്റ്റഡീസ് വീണ്ടും പഴയ ഇതിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾക്ക് ഓവർസീസ് ഗ്രേഡ് എക്സാമിനേഷൻസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ലെവലിലോട്ട് പഠിച്ചങ്ങ് തുടങ്ങണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിലൊരു എക്സാം വരാൻ വേണ്ടിയോ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയോ വെയിറ്റ് ചെയ്യരുത്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് PWD. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എന്താണ് പറയാ, അത്യാവശ്യം നല്ലൊരു പ്രൊമോഷനിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഫാസ്റ്റ് ആയിട്ടൊക്കെ പ്രോഗ്രസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത് മിസ് ചെയ്യാതിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വർഷം കഴിയും ഒരു PWD വരണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. നമുക്ക് സ്റ്റഡി സ്ട്രാറ്റജീസ് ഒന്ന് നോക്കാം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഏറ്റവും ആദ്യത്തേത് എപ്പോഴും പറയുന്നത് പോലെ കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ്. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം വേർഡ്സ് പല രീതിയിൽ യൂസ് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ എങ്ങനെ വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ ഇടാം. പക്ഷെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ എന്തിനു പഠിക്കുന്നു, അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ സ്ഥിരം പറയാറുണ്ട്. തിയറീസ് പഠിക്കുമ്പോൾ അവരെന്തിനാണ് ആ തിയറി കൊണ്ടുവന്നത്, ഒരു ലോ പഠിക്കുമ്പോൾ എന്ത് കാര്യമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാറുള്ളതാണ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സ്ട്രെസ്? ഫോഴ്സും സ്ട്രെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതാണ് ഫോഴ്സ് എന്ന് പറയും. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് നോൺ ആസ് സ്ട്രെസ് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിയണം. അതാണ് വേണ്ടത്. നമ്മൾ ഒന്നും കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ പല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുന്ന അതാണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നിസ്സാരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, കാര്യം അറിഞ്ഞാൽ മാത്രം മതി അല്ലെ. നമുക്കിപ്പോ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എ ഹൈഡ്രോളിക് സിസ്റ്റം? ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയാം. ഹ്യൂമൻ ബോഡി ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. വേൾഡിലെ ഏറ്റവും നല്ല ഹൈഡ്രോളിക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഹ്യൂമൻ ബോഡി. കാരണം നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കണ്ടിന്യൂസ്ലി 24/7 നടക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലെ. നിങ്ങൾ FM-ല് പമ്പുകൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് പമ്പ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബോഡിയിലാണ് ആക്ച്വലി നമുക്കൊരു ബെസ്റ്റ് പമ്പ് ഉണ്ട്. ഏതാണ്? ഹ്യൂമൻ ഹാർട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണ്. ഇപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന വേറൊരു കോമൺ എക്സാമ്പിൾ ആണ്, ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോഴും ചോദിക്കും ഡാർസീസ് ലോ എന്താണ് എന്ന് എല്ലാവരും ചോദിക്കും. എന്താണ് ഡാർസീസ് ലോ? കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ആൻസർ എന്താണെന്നറിയാമോ? V = KI എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്. ഡാർസി പറഞ്ഞത് V = KI എന്നല്ല. സുഷിരങ്ങളുള്ള ഒരു മീഡിയത്തിനകത്തുകൂടെ ഫ്ലൂയിഡ് എങ്ങനെ ഫ്ലോ ചെയ്യും എന്നാണ് ഡാർസി പറഞ്ഞത്.
നമ്മുടെ കയ്യിലുള്ള സുഷിരങ്ങളുള്ള മീഡിയം എന്ന് പറയുന്നത് സോയിലാണ്, ജിയോടെക്കില്. ആ സോയിലിനകത്തൂടെ വെള്ളം എങ്ങനെ ഒഴുകും എന്നാണ് ഡാർസി പറഞ്ഞത്. ആ ഒഴുകുന്ന വെലോസിറ്റിയാണ് വി. അത് ആര് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് കെ, കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി. ആ ഒഴുക്കെന്ന് പറയുന്നത് ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാര്യം മനസ്സിലായോ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് കാര്യവും അത്രയും ബേസിക് ആയിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഇട്ടാലും ഒരു കുഴപ്പവും വരത്തില്ല, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവരങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതൊക്കെ കുറവാണ്. വേർഡ്സ് എല്ലാം മാറ്റും, പക്ഷെ അർത്ഥം മാറുന്നില്ലല്ലോ. വേർഡ്സ് നമ്മൾ എങ്ങനെ മാറ്റിയാലും അർത്ഥം മാറില്ല. അപ്പൊ ആ അർത്ഥം നോക്കി ആൻസർ ചെയ്താൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. പലപ്പോഴും പലരും പറയാറുണ്ട് ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ വരുന്നു. എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്? അർത്ഥം നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, IS കോഡ്. ഒരേ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം IS കോഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് IS കോഡ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കും അറിയാം ഏതാണ്? RCCയിൽ വരുന്ന IS 456. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നേ ഉള്ള പരീക്ഷകൾക്ക് ചോദ്യം കണ്ടിട്ടുള്ളത്. പിന്നെ IS 800 2007 സ്റ്റീലിന്റെ കോഡാണ്. അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് കോഡ്. ഇപ്പൊ എല്ലാ കോഡും കൂടെ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന കോഡ് നമുക്ക് പഠിക്കാമല്ലോ. അപ്പൊ IS 456 പ്രയോറിറ്റി ആയിട്ട് പഠിക്കുക. ക്ലാസ്സിലെ നോട്ട്സിലെല്ലാം തന്നെ നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. വാല്യൂസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും, സ്വാഭാവികമാണ്. പക്ഷെ അത് റിവൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി തറവാവും. ഓക്കെ, വർക്കൗട്ട് സെഷൻ കഴിഞ്ഞ കുറേ AE എക്സാംസ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ക്ലാസ്സിൽ നമ്മൾ ചെയ്യിപ്പിക്കാറുള്ള വർക്കൗട്ട് സെഷന്റെ അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് AE എക്സാമിന് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നവർക്ക് അറിയായിരിക്കും, സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ വർക്കൗട്ട് സെഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കാം. ഇപ്പൊ ഇതിനകത്ത് ഫ്രഷ് സ്റ്റുഡൻസും ഉണ്ടാവും. അപ്പൊ ഫ്രഷ് സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോരാ. നമുക്ക് എല്ലാ സബ്ജക്റ്റിനും വർക്കൗട്ട് സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സസിലാണ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പുതിയ കുട്ടികൾക്ക് ഡൗട്ട് കാണും. നമ്മൾ മറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അഥവാ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം, എസ്പെഷ്യലി ESC ആൻഡ് ഗേറ്റ്. ഇപ്പൊ ഇവിടെ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിനും അതാത് സബ്ജക്റ്റിന്റെ പ്രീവിയസ് ESC ആൻഡ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലും ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് വർക്കൗട്ട് സെഷൻസും ചെയ്യുന്നുണ്ട്. അത് നിങ്ങളും ചെയ്തിരിക്കണം. അതാണ് വർക്കൗട്ട് സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം നോർമലി ഉള്ള പ്രോബ്ലംസ് ചെയ്യുക. പിന്നീട് ഹയർ ലെവൽ, അതാണ് ESC ആൻഡ് ഗേറ്റ്, അതർ സ്റ്റേറ്റ് PSC, SSC എല്ലാത്തിൻ്റെയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. എത്രത്തോളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാവോ അത്രയും നല്ലതാണ്. കാരണം PSCയിൽ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ പ്രോബ്ലംസ് ആണ് അവർ കൊണ്ടുവരിക. പക്ഷെ അത് ESC ഗേറ്റ് അങ്ങനത്തെ പരീക്ഷകളിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുതുതായിട്ടുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഡെഫിനറ്റ്ലി AEക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ESC ഗേറ്റ് എങ്കിലും നിങ്ങൾ കവർ ചെയ്ത് നോക്കിയിരിക്കാം. സിലബസിനകത്തുള്ളത് നോക്കിയാൽ മതി. കാരണം ESC എന്ന് പറയുമ്പോൾ കുറച്ച് വാസ്റ്റ് സിലബസ് ആണ്. അത്രയും പ്രോബ്ലംസ് നോക്കണ്ട. നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്സിൽ പ്രോബ്ലം അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് പഠിച്ചിരിക്കണം. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന പാറ്റേൺ പ്രോബ്ലം ആയിരിക്കും, നമ്മളത് സ്കിപ്പ് ചെയ്തങ്ങ് പോകും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ആൻസർ എത്തിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും PSCയിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന പ്രോബ്ലം ആയിരിക്കും, ചെയ്ത് കൊണ്ടുവന്ന് തെറ്റിക്കും. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിയങ്ങ് പോകും. അതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം, അല്ലേ? അപ്പൊ ഇനി തൊട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അറിയാവുന്ന പ്രോബ്ലമോ ആയിക്കോട്ടെ, നിങ്ങൾ അത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ ഓക്കെ ഇത് ഞാൻ മുന്നേ അറിയാവുന്ന ഒരു ടൈപ്പാണ്, ഇതിനകത്തൊന്നും ഇല്ല എന്ന് വിചാരിച്ച് പോകരുത്. എല്ലാവർക്കും അത് മനസ്സിലായോ? കാരണം കഴിഞ്ഞ ഈ എക്സാമിന് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അറിയാവുന്ന പ്രോബ്ലം തെറ്റിച്ചു, ചെയ്തു വന്നപ്പോൾ തെറ്റിപ്പോയി, അത് പാടില്ല. നമുക്ക് ഫുൾ എപ്പോഴും ചെയ്തെടുക്കാനായിട്ട് പറ്റണം, സ്പീഡും വരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും നോട്ട് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് ഈ 4 കാര്യങ്ങളും മറക്കരുത്. കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഒന്നും പഠിക്കരുത്. IS കോഡ്
കുറച്ചായിട്ട് പഠിച്ച് തീർക്കുക. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയം കിട്ടും. ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോഡൽ പ്രൊവിഷൻ ചോദിച്ച് പഠിക്കണം, ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കണം. അപ്പൊ നിങ്ങൾ മറക്കത്തില്ല. വർക്കൗട്ട് സെഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഹയർ ലെവൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ESC ഗേറ്റ് എന്തായാലും ചെയ്തിരിക്കണം. അതിനപ്പുറത്തേക്കാണെങ്കിൽ SSC, RRB, പിന്നെ ISRO, അതർ സ്റ്റേറ്റ് PSC അതെല്ലാം ചെയ്യാം. ഇപ്പൊ സ്ഥിരം ഞാൻ പറയാറുണ്ട്, ചില സ്റ്റേറ്റ് PSC ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ തെലങ്കാന സ്റ്റേറ്റ് PSC, മഹാരാഷ്ട്ര, ബീഹാർ, ഇതൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ PSC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും റെഫർ ചെയ്യണം. പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി ജനറലി നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് ഒരു നോട്ട് ഉണ്ടായിരിക്കണം. നോട്ട് എന്ന് പറയുമ്പോൾ ബിടെക്കിന് എഴുതിയതുപോലെ അല്ല. അപ്പം നമ്മൾക്കിവിടെ ഓൾഡ് സ്റ്റുഡൻസിന് അത് അറിയാമായിരിക്കും. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി മലയാളത്തിൽ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. എല്ലാം മലയാളത്തിൽ നോട്ട് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ എന്താണെന്ന് സൈഡിൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം. അപ്പം എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കാര്യം എന്താ. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ആ കാര്യങ്ങളും മലയാളത്തിൽ നോട്ട് ചെയ്യണം. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യും അല്ലെ. അത് നിങ്ങൾക്ക് ഒരു എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ലെക്ചർ നോട്ട്സ് പ്രോപ്പർ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, ആവശ്യമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മെൻഷൻ ചെയ്യണം. അങ്ങനെ ഒത്തിരി എന്താ പറയാ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിന്, ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിന്റെ നോട്ട് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കളറിൽ ബോക്സുകൾ, ക്ലൗഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളത്തിലുള്ള അർത്ഥങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇത് കേട്ട് അവരെഴുതുന്നതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, കോൺസെപ്റ്റ്സ് മറക്കില്ല. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ബുക്ക്, ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഒരു ഇക്വേഷൻ പേജ് ഉണ്ടായിരിക്കണം. ആ സബ്ജക്റ്റിൽ നിങ്ങൾ എന്തൊക്കെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഒരു പേജിലാക്കി വെക്കണം. അപ്പൊ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കണം. കാരണം കണ്ടെങ്കിലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രോബ്ലം കാണുമ്പോൾ ഇക്വേഷൻ വന്നോളും. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻ ബുക്ക് കമ്പൽസറി ആണ്. ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് ഇക്വേഷൻ പേജ് ഉണ്ടായിരിക്കണം. ഫ്ലാഷ് കാർഡ് ടെക്നിക്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വേറൊന്നുമല്ല, സ്ഥിരമായിട്ട് മറന്നു പോകുന്ന ഇക്വേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ഒരു വാളിലോ ഷെൽഫിന്റെ പുറത്തോ എവിടെയെങ്കിലും ഒരു സ്റ്റിക്ക് നോട്ടിൽ എഴുതി അങ്ങ് വെച്ചാൽ മതി. എത്രത്തോളം കാണുന്നോ അത്രത്തോളം രജിസ്റ്റർ ആവും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് കൂടുതൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. മെജോറിറ്റി ആൾക്കാരും വിഷ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് മറന്നു പോകും എന്ന് വിചാരിക്കുന്നതെല്ലാം സ്റ്റിക്ക് നോട്ടിൽ ജോലി കിട്ടുന്നത് വരെ ഒരു സ്റ്റിക്ക് നോട്ട്സിൽ ഇങ്ങനെ എഴുതി നിങ്ങൾ സ്ഥിരം കാണുന്ന സ്ഥലമായിരിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കാണും. വെറുതെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഇക്വേഷൻ നമ്മളങ്ങ് ബൈ ഹേർട്ട് ആവും. ഓക്കെ, മോക്ക് ടെസ്റ്റ്. നമ്മൾ കുറെ തിയറി പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കോൺസെപ്റ്റ് പഠിച്ചു, അതൊക്കെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് പെർഫെക്ഷൻ വരുള്ളൂ. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് പരമാവധി എഴുതണം. അത് എഴുതുന്ന സമയത്ത് നമുക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ LSDD കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ പരാതി എന്താണ്? ടൈം തികഞ്ഞില്ല, പ്രോബ്ലം ചെയ്തെത്തിയില്ല എന്ന് പറയും. മോക്ക് ടെസ്റ്റ് ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം മാറിക്കിട്ടും. നമുക്ക് ആ ഫിക്സഡ് ടൈമിനുള്ളിൽ തീർക്കാനുള്ള ഒരു സ്ട്രാറ്റജിയും കിട്ടും. പൊതുവെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ ചെയ്യണം. ടൈം എടുക്കുമെന്ന് തോന്നുന്ന പ്രോബ്ലംസ് ലാസ്റ്റിൽ ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് അത് ചെയ്യും. ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റിന് വേണ്ടി മോക്ക് ടെസ്റ്റ് ചെയ്യണം. കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനും ഏതാണ് ബെസ്റ്റ്? ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബുക്ക് തന്നെ വീണ്ടും തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, മടുക്കും. നമ്മൾ 2-3 പ്രാവശ്യം പഠിച്ച സബ്ജക്റ്റാണ്, വീണ്ടും നമ്മളത് ഒന്നും കൂടെ എടുക്കുക, മടുപ്പ് വരും. അതേസമയം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഡൗട്ട് ഉള്ള പോർഷൻ മാത്രം നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുറെ കൂടി മെമ്മറിയും നിൽക്കും, കാര്യങ്ങൾ കവർ ചെയ്തെടുക്കാനും പറ്റും.
മനസ്സിലായോ? അതുകൊണ്ട് ആ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി. നമുക്ക് സിവിലിയൻസിൽ ഒരുപാട് ഫസ്റ്റ് റാങ്കുകളും നല്ല 100-നകത്തുള്ള റാങ്കുകളും ഒക്കെ വന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കമ്പൈൻ സ്റ്റഡിയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയും. കാരണം കമ്പൈൻ സ്റ്റഡിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു 5 പേരിരുന്ന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. 5 പേരും 5 രീതിയിലായിരിക്കും ചിന്തിക്കുക. അപ്പം നമുക്കൊരു വ്യൂ പോയിന്റ് കൂടെ കിട്ടും. അങ്ങനെയും നമുക്ക് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്രെയിനും കൂടി ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പം എപ്പോഴും കമ്പൈൻ സ്റ്റഡിക്ക് അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമ്മളും ഇമ്പ്രൂവ് ചെയ്യും, അവരും ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ചിന്തിക്കുന്നത് അവർക്കും കിട്ടും, അവരുടെ നമുക്കും കിട്ടും, അല്ലെ? അപ്പൊ അതുകൊണ്ട് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഓൾവേസ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. അതിപ്പോ നമുക്ക് വീട്ടിലാണ്, നേരിട്ട് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റിലൂടെ കണ്ടൂടെ? ഫോൺ വിളിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുകയോ ചെയ്യില്ല. എവറിത്തിങ് ഈസ് പോസിബിൾ. ഇപ്പൊ നമ്മുടെ ലോകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എഫേർട്ട് ഇട്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പ് എങ്കിലും 1, 2, 3 പേരോ ആയാലും മതി, കമ്പൈൻ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും, മോട്ടിവേറ്റഡ് ആയിട്ട് ആ പഠിത്തം മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അതിനെല്ലാവരും ശ്രമിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന സ്റ്റഡി സ്ട്രാറ്റജീസ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. വേറെ പരീക്ഷയൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ 3 വർഷം വരെ ലിസ്റ്റിന്റെ കാലാവധി പോകാം. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ശരിക്കും 1 വർഷമാണ്, പക്ഷെ 3 വർഷം വരെ കാലാവധി പോകാറുണ്ട്. വേറെ എക്സാം ഒന്നും അതിൻ്റെ ഇടയ്ക്ക് അതിലേക്ക് വരാത്തത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. പറഞ്ഞോളൂ റിസ്വാൻ. റിസ്വാനെ കുറച്ചൊന്ന് ഉറക്കെ പറയാമോ? വോളിയം കുറവാന്ന് തോന്നുന്നു കേട്ടോ. 1 മിനിറ്റ്, ഇവിടുത്തെ വോളിയം കൂടെ ഒന്ന് കൂട്ടിക്കോട്ടെ. പറഞ്ഞു റിസ്വാൻ, കുറച്ചുകൂടി ഒന്ന് ഒച്ചത്തി പറയാം. അവിടുത്തെ വോളിയം കുറവാന്ന് തോന്നുന്നു. 1 മിനിറ്റ്. ഇപ്പൊ കേൾക്കും, പറഞ്ഞു. ഓൾറെഡി ജോബ് ചെയ്യുന്ന ആൾക്കാണോ? ഓക്കെ, PG സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റഡീസിന് കൂടെ ഇപ്പൊ റിസ്വാൻ പഠിക്കുവാണോ? കോച്ചിങ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ MTech ജോയിൻ ചെയ്യാൻ പോവാണ്. എവിടെയാണ്? NIT കാലിക്കട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് റിസ്വാന് സജഷൻ തരാൻ പറ്റും. ഓൾറെഡി കോച്ചിങ് എടുത്ത ഒരാളാണെങ്കിൽ അത് ബ്രഷ് അപ്പ് ചെയ്ത് റിവൈസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ റിസ്വാൻ ഒരു കാര്യം കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടത്, കാലിക്കട്ട് ആണെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ കാലിക്കട്ട് സിവിലിയൻസിന്റെ ഒരു സെന്റർ ഉണ്ട്. നമുക്ക് ബാച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ബാച്ച് എക്സാംസ് എന്ന് പറഞ്ഞാൽ കുറെ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്ത് തരും, സബ്ജക്റ്റ് അല്ല. ഇപ്പൊ ഒരു 5 സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പൊ BC, BM, ബ്രിക്ക്, ടിമ്പർ 2 ടോപ്പിക്, ജിയോടെക്കിന്ന് കൺസോൾട്ടേഷൻ, കോമ്പാക്ഷൻ 2 ടോപ്പിക്. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് തന്നിട്ട് ഈ ടോപ്പിക്സ് എല്ലാം കൂടി നമുക്കൊരു ബാച്ച് എക്സാം, അതായത് ട്രിവാൻഡ്രം എല്ലാ സ്റ്റുഡൻസിനും എഴുതുന്ന ഒരു ബാച്ച് എക്സാം ആണ്. അപ്പൊ അങ്ങനെയുള്ള എക്സാംസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മന്ത്ലി വൺസ് ആണ് വരുന്നത്. റിസ്വാനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മന്ത്ലി വൺസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു കോമൺ എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പഠിത്തം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് അസസ് ചെയ്യാൻ പറ്റും. അതായത് ആ ടോപ്പിക്സ് ഒന്ന്, അത്രയും ടോപ്പിക്സ് അപ്പൊ റിസ്വാൻ പഠിക്കത്തില്ലേ? മനസ്സിലായി? നമുക്കൊരു എക്സാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് ഇപ്പൊ റിസ്വാൻ എവിടെയാണ് കോച്ചിങ് എടുത്തിട്ടുള്ളത്? സിവിലിയൻസ് തന്നെ. അപ്പൊ കുഴപ്പമില്ല, നമ്മുടെ തന്നെ സ്റ്റുഡന്റ് ആണല്ലോ. അപ്പൊ റിസ്വാൻ ഒരു കാര്യം ചെയ്യുക, ഓഫീസിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഈ ബാച്ച് എക്സാം എഴുതാനുള്ള പ്രൊവിഷനെ കുറിച്ച് ഒന്ന് ചോദിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരീക്ഷ ഇന്ന ദിവസം ഉണ്ട്, മാസം തോറും ഇന്ന ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയും ടോപ്പിക് റിസ്വാൻ പഠിക്കും. ശരിയല്ലേ? ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പൊ കാലിക്കട്ട് ആകുമ്പോൾ അവിടെ പോകാനുള്ള സൗകര്യവും റിസ്വാനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രമിക്കുക. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി വന്ന് ഇപ്പൊ 2 മാസമൊക്കെ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ റാങ്കിങ് ഇപ്പൊ താഴോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പഠിക്കണമെന്ന് മനസ്സിലാവും, കുറച്ചുകൂടെ മോട്ടിവേഷൻ തോന്നും. പിന്നെ റിസ്വാൻ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. MTech ആവുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് വർക്കൊക്കെ കൂടുതലായിരിക്കും.
അതിൻ്റെ ഇടയിൽ കൂടി സമയം കണ്ടെത്തി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും എടുത്ത് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും മെമ്മറി ഉണ്ടോ, മറന്നു പോകുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഒരു ജെനുവിൻ എഫേർട്ട് ഇടുക. ഓക്കെ റിസ്വാൻ? ഓക്കെ. ആ രശ്മി പറഞ്ഞോളൂ. രശ്മി ഓക്കെ. ഉണ്ട്. വജ്രയിൽ എല്ലാ അപ്ഡേറ്റഡ് ക്ലാസ്സസ് ആണ് വരിക. എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എല്ലാം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ നോട്ട്സ്, ഡീറ്റെയിൽഡ് ഐ മീൻ കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ലെക്ചേഴ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു LSTD വന്നപ്പോഴും മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് കണ്ടന്റ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്ഡേറ്റഡ് നോട്ട്സ് തന്നെയാണ്. രശ്മി ഓൾറെഡി അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് അല്ലേ? ഇപ്പൊ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ 2023 ഓൾറെഡി വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ ലിസ്റ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത്. ആ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി വിളിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് നമുക്ക് ഇതുവരെ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിന്റെ ഒന്നും അറിഞ്ഞിട്ടില്ല. ചാൻസസ് ഉണ്ട്. ഇപ്പൊ രശ്മിക്ക് തന്നെ അറിയായിരിക്കുമല്ലോ, അത്യാവശ്യം നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്തായാലും ഉടനെ നോട്ടിഫിക്കേഷൻ വരും എന്നറിയാം. ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിന്റെ കാര്യം അത്ര ഉറപ്പില്ല. പക്ഷെ എനിവേ വജ്ര എടുത്തിട്ടുള്ള ആളാണ്. പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ. ഹൗസിംഗ് ബോർഡ് ഒറ്റ എക്സാം ആയിരുന്നു എന്ന് ഐശ്വര്യ ചോദിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 കാറ്റഗറിയും കൂടെ ഒരുമിച്ചാണ് നടന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. PWD എന്തായാലും സെപ്പറേറ്റ് ആണ്. ഇറിഗേഷൻ ഹൗസിംഗ് ബോർഡ് ചിലപ്പോൾ ക്ലബ് ചെയ്യുക, അത് നമുക്കറിയില്ല. എന്തായാലും PWD സെപ്പറേറ്റ് ആണെന്നുള്ളതാണ്. എപ്പോൾ വരാനാണ് ചാൻസ്? ഓക്കെ. നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസംബറിലേക്കാണ് മാക്സിമം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. ഒരു 2-3 മാസത്തിനുള്ളിൽ എക്സാം നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചാൻസസ് കൂടുതലാണ്. ഓക്കെ. അതായത് ഒരു 6 മാസമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം അതാണ് സേഫ്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷെ അത്രയും വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതെ, 2025 ഡിസംബറിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. പരീക്ഷ 2026 തന്നെ ഉണ്ടാവും. ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. പോസ്റ്റ്പോൺ ചെയ്ത എക്സാം എന്നത്തേക്കായിരിക്കും? അത് നമുക്കൊന്നും ആര്യാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് PSC കലണ്ടർ 1 വർഷത്തേക്കാണല്ലോ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ജനറൽ PSC ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ മാറ്റി വെച്ച എക്സാം എന്ന് വരും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എപ്പോഴായിരിക്കും എന്നറിയില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർക്കത് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എപ്പോഴായിരിക്കും എന്നറിയില്ല. ഒരുപാടൊന്നും താമസിക്കില്ല, നേരത്തെ തന്നെ നടത്തും. ഇനി വരാൻ പോകുന്ന എക്സാംസ്. 1 മിനിറ്റ്, ആരായിരുന്നു പറഞ്ഞോളൂ. ഓക്കെ. അതിനുശേഷം ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടോ സ്റ്റഡീസ് ആയിട്ട് ഒന്നൊരു ബന്ധമില്ല. എനിക്കിപ്പം കണ്ടപ്പോൾ എനിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. നിങ്ങളുടെ ബുക്ക് ഞാനിപ്പം പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടച്ച് എല്ലാം വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ മെഹസാൻ എന്നല്ലേ ഞാൻ പ്രൊനൗൺസ് ചെയ്ത് കറക്റ്റ് ആണോ? മെഹസാൻ ആണോ ഇപ്പൊ എന്നോട് സംസാരിച്ചത്? ഓക്കെ. അപ്പൊ മെഹസാൻ, ആ ഒരു കാര്യത്തിൽ പേടിക്കേ വേണ്ട. 2022 MTech പാസ് ഔട്ട് ആയി എന്ന് പറഞ്ഞു. ഇതൊരു ഗ്യാപ്പേ അല്ല. കാരണം നമ്മുടെ സിവിലിയൻസിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇതിനേക്കാളും ഒക്കെ ഒരുപാട് കൂടുതൽ ഗ്യാപ്പ് വന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ നല്ല റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഫുൾ ടച്ച് വിട്ടുപോയിട്ട് എനിക്ക് തോന്നുന്നു 8-9 വർഷം കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി വീണ്ടും ഡിസിഷൻ എടുത്ത് വന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അത്രയും ഗ്യാപ്പ് വന്നിട്ട് കേരള PSCയുടെ ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ട്. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയൊക്കെ വെച്ച് പഠിച്ചിട്ട് ഓൺലൈൻ ബാച്ചിൽ ഇരുന്നിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല മെഹസാൻ. കാര്യം എന്താണെന്നും കൂടെ ഞാൻ പറയാം.
ഇപ്പോൾ സിവിലിയൻസിലാണ് മെസ്സാൻ ജോയിൻ ചെയ്യുന്നതെങ്കിൽ, എനിക്കിപ്പോൾ ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ചല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ ആധികാരികമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടുത്തെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ബിടെക് പോലും പഠിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുക. ആദ്യമായിട്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കേൾക്കുന്നത് എങ്ങനെയായിരിക്കും, അതുപോലെ ബേസിക് ആയിട്ടാണ് ക്ലാസ് എടുക്കുക. അതുകൊണ്ട് ഗ്യാപ്പ് വന്ന ആൾക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ഏറ്റവും, അതായത് ഒരു സാധാരണക്കാരന് എങ്ങനെ മനസ്സിലാവും ആ രീതിയിൽ ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതൊരു ഗ്യാപ്പേ അല്ല, മേസാൻ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പഠിച്ചു തുടങ്ങുക, നല്ല ഡിസിഷനാണ്, കിട്ടും. നന്നായിട്ട് നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ സന്തോഷമായിട്ട്? അവരെല്ലാവരും നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച ആൾക്കാരാണ്. അതായത് ഇവിടെ ഗോപികയുണ്ട്, സേതുണ്ട്, ആര്യയുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആണ്, നമ്മുടെ ബെസ്റ്റ് ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് ഇപ്പൊ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഇന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇന്നും കൂടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു ആ ഓൺലൈൻ ബാച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരും. അതുകൊണ്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ അല്ല. ഇഫ് യു ആർ റെഡി ടു പുട്ട് ദ എഫേർട്ട്, ഡെഫിനറ്റ്ലി സക്സസ് വരും കേട്ടോ മേസാൻ. ഓക്കെ. ആ ആദിലക്ഷ്മി കേൾക്കാം, പറഞ്ഞു. യാ, നല്ലൊരു ഡൗട്ടാണ്. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ RRB JEE റിസൾട്ട് വന്ന സമയമാണ് അല്ലെ? ഇപ്പൊ സിവിലിയൻസിൽ വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് RRB JEE പേപ്പർ 2 ക്ലിയർ ചെയ്ത് അടുത്ത മാസം ഇന്റർവ്യൂവിനായിട്ടും വെരിഫിക്കേഷനായിട്ടും ഒക്കെ പോവാൻ. ഇവരെല്ലാവരും ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. അതാണ് ആദിലക്ഷ്മിക്കുള്ള എൻ്റെ ഉത്തരം. അതായത് ഇവിടെ ഒരു ബാച്ചിൽ പഠിച്ച സ്റ്റുഡൻറ്റിന് ഗേറ്റ്, SSC, RRB എല്ലാ എക്സാമിനേഷനും സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ESC ഞാൻ പറയില്ല. കാര്യം എന്തുകൊണ്ടാണ്? ESC എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സിലബസ് ആണ്. ആ സിലബസ് കവർ ചെയ്യാൻ തന്നെ നമ്മളൊരു 1.5 വർഷത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ESC ഒഴിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ഏത് എക്സാമിനേഷനും ഇവിടുത്തെ കോച്ചിങ്ങിൽ ആദിലക്ഷ്മിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം RRB സെപ്പറേറ്റ് കോച്ചിങ് എടുത്ത ആൾക്കാരല്ല ഇപ്പൊ ക്വാളിഫൈ ചെയ്തിറങ്ങിയ എല്ലാ സ്റ്റുഡൻസ്. ഇവർ ഗേറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, RRB ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അതർ സ്റ്റേറ്റ് PSC ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, ISRO ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഈ ഒരൊറ്റ കോച്ചിങ് മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ESC, ഗേറ്റ്, അതർ സ്റ്റേറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ വളരെ ഡീപ്പായിട്ടുള്ള തിയറി നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദിലക്ഷ്മിയുടെ ഡൗട്ട് അതായിരുന്നില്ലേ? അതിലൊന്നും പേടിക്കട്ടെ. ഇപ്പോൾ ഏത് കോഴ്സ് എടുത്തിരുന്നാലും ശരി, അതിപ്പോൾ വജ്ര ആണെങ്കിലും ശരി, ഓൺലൈൻ ബാച്ച് ആണെങ്കിലും ഏതാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും നല്ലതാണ്. എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് കണ്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി പഠിച്ചാൽ മതി, പെർഫെക്റ്റ് ആയിരിക്കും. അതെ, നോൺ ടെക്നിക്കൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് ഓഫീസിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നോൺ ടെക്നിക്കലിന്റെ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ. ന്യൂ ബാച്ച്. ഒരു മിനിറ്റ് ഫിദ, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 6 പുതിയ ഡയറക്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. കാരണം ലൈവ് ബാച്ച് ആകുമ്പോൾ ഇനി ഒരു ലൈവ് ബാച്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് ഓഫീസിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അനൗൺസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓഗസ്റ്റ് 6 ഡയറക്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ഫിദ പറഞ്ഞോളൂ. ഉണ്ടാവും. ആ ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ് സിവിലിയൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു PW പറഞ്ഞു. ഡെഫിനറ്റ്ലി പറ്റും. അതെന്താണെന്നറിയോ? ഇപ്പൊ ഫിദ PWD ലിസ്റ്റിൽ വന്നെന്ന് വിചാരിക്കാം. ലിസ്റ്റിൽ വന്ന എന്തുകൊണ്ടാണ്? ഇത്രയും സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണല്ലോ ലിസ്റ്റിൽ വരുന്നത്. ഇതിന്റെ ഇന്റർവ്യൂ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ചോദിക്കുന്നത് ബേസിക്സ് ആണ്, ഒരിക്കലും വലിയ വലിയ ഇക്വേഷൻസോ കാര്യങ്ങളോ അല്ല. അപ്പൊ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ചോദ്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം, ജനറൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, ഇതറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു മോക്ക് ഇന്റർവ്യൂ ഇവിടെ നടത്തും. ആ മോക്ക് ഇന്റർവ്യൂവിന് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ
ആരെങ്കിലും ആയിരിക്കും വരുന്നത്. കൂടെ കോളേജിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് കാണും. അങ്ങനെ ഒരു പെർഫെക്റ്റ് പാനൽ ഇരുന്നാണ് നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പറയാറുണ്ട് മോക്ക് ഇന്റർവ്യൂവിന് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, അതിൽ നിന്നുള്ള അതേ പാറ്റേണിൽ നിന്നൊക്കെ തന്നെയാണ് അവിടെയും ഇന്റർവ്യൂ നടന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട, ലിസ്റ്റിൽ കയറിയിട്ട് സമാധാനമായിട്ട് ഇരുന്നാൽ മതി. മോക്ക് ഇന്റർവ്യൂ നമ്മൾ നടത്തി സെറ്റാക്കി തരും. ഓക്കെ. എംടെക് എന്തിനാ? നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാനായിട്ട് നമുക്ക് ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ, എംടെക് അല്ല. അങ്ങനെ ഒന്നുമില്ല. ബിടെക് ക്വാളിഫിക്കേഷൻ വെച്ച് വിളിക്കുന്ന ജോബിന് എംടെക്കുകാർക്ക് പ്രിഫറൻസ് ഒന്നുമില്ല. ഇവിടെ എംടെക് നമുക്ക് വേണ്ടത് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ. എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന് മാത്രം എംടെക് ക്വാളിഫിക്കേഷൻ മതി. ഓക്കെ. എന്തോ ഓൺലൈൻ ബാച്ച് ട്രെയിനിങ് എന്ന്, അതായത് മോക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് ലൈവ് ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അത് ആ സമയത്താണ് ഇത് അനൗൺസ് ചെയ്യുള്ളൂ. അത് ലൈവ് ഇന്റർവ്യൂ ആയിരിക്കും, റെക്കോർഡഡ് അല്ല. ഇറ്റ് ഇസ് എ ലൈവ് ഇന്റർവ്യൂ. അതൊന്ന് ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒന്ന് അറിയാൻ പറ്റും അതെങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓഫീസിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കേട്ടോ. ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം, ബാച്ച് എക്സാം എഴുതണമെങ്കിൽ. അപ്പൊ സ്റ്റുഡന്റ് ആണല്ലോ, വജ്ര എടുത്തിട്ടില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് കോണ്ടാക്ട് ചെയ്ത് അവർ പറഞ്ഞു. ഓക്കെ ഓക്കെ. പിന്നെ ഒരാളുടെ ഒരു ഡൗട്ട് ഉണ്ട്, ഒരു മിനിറ്റ്. ഒരാളുടെ ഒരു ചാറ്റ് ബോക്സിൽ ഡൗട്ട്. ആർഷ ചോദിച്ചിരിക്കുന്നത് AE കോഴ്സും വജ്ര കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, വിച്ച് ഇസ് ബെറ്റർ ഫോർ PW. ഓക്കെ, ബിഗിനറിന് ഏതാണെന്നാണ്. വജ്ര കോഴ്സ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഇവിടെ നടന്ന ലൈവ് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് കൊടുക്കുന്നതാണ് വജ്ര കോഴ്സ് എന്ന് പറയാം. ആസ് എ ബിഗിനർ ആർഷ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ആർക്കാണെങ്കിലും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ബാച്ച് ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഡയറക്റ്റ് ബാച്ച് ആകുമ്പോൾ നമുക്ക് ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും, ഒരുപാട് പേരെ കാണും, നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തവരാണ് ഓൺലൈൻ ബാച്ച് എടുക്കുക. അവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർഷ ഡയറക്റ്റ് ആണ് എപ്പോഴും നല്ലത്. ആസ് എ ബിഗിനർ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ബാച്ച് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് ഡയറക്റ്റ് ബാച്ച് ഓഗസ്റ്റ് 6 തുടങ്ങുന്നുണ്ട്. ട്രൈ ചെയ്യുക, വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഓക്കെ. അതിനുശേഷം ഞാൻ എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഞാൻ ഗേറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു കോച്ചിങ് എടുത്താല്, ആ ഒരു കോഴ്സ് എടുത്താൽ എനിക്ക് ഈ സേഫ് ആണോ? ഗേറ്റ് ഞാൻ പറയാം. ഇപ്പൊ ഗേറ്റിന്റെ പാറ്റേണിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഗേറ്റിന് പ്രോബ്ലം ചെയ്യുന്നത് കാൽക്കുലേറ്റർ വെച്ചിട്ടാണ്. കാരണം കുറച്ച് അങ്ങനെ വലിയ ടൈം എടുക്കുന്ന 2 മാർക്കിന്റെ പ്രോബ്ലംസ് ഒക്കെ അതിനകത്ത് വരും. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ കോഴ്സ് എടുക്കുമ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുക. പ്രോബ്ലം ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ഗേറ്റ് ബാച്ചിനകത്ത്. കാരണം അങ്ങനെയാണ്, പ്രോബ്ലംസിനാണ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് AEയിൽ കുറച്ചുകൂടി ഡിഫറൻസസ് വരും. തിയറിയും കൂടെ കുറച്ച് കൂടുതൽ AEക്ക് വരും. മറ്റടുത്ത് തിയറി കുറവും പ്രോബ്ലം കൂടുതലുമാണ്. അപ്പൊ AE ബാച്ച് എടുത്ത കുട്ടിക്ക് രണ്ടും ചെയ്യാൻ പറ്റും. കാരണം ഒന്നാമത്തെ കാര്യം കാൽക്കുലേറ്റർ ഇല്ലാതെയൊക്കെ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് അവർ കുറച്ചുകൂടി അത് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പക്ഷെ ഗേറ്റ് ബാച്ച് എടുത്തിട്ട് AE എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. കാരണം കാൽക്കുലേറ്റർ ഇല്ല, നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. സിലബസിൽ വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേണിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നതിനകത്തും കുറച്ച് എന്താണ് പറയാ, തിയറി കുറച്ചുകൂടിയൊക്കെ കൂടുതൽ കിട്ടുന്നത് നമുക്ക് AEക്കായിരിക്കും. ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ ജെറീന ഇപ്പോ AE എക്സാമിനാണ് AE, SSC, JE, RRB, JE ഇങ്ങനെയുള്ള എല്ലാ എക്സാമും കൂടെ ആണെങ്കിൽ AE ബാച്ച് തന്നെ എടുക്കണം. അതാണ് ബെറ്റർ. ഇപ്പൊ ഗേറ്റ് ക്വാളിഫൈ, ഗേറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ
ഗേറ്റ് ബാച്ച് എടുത്താൽ മതി. ഗേറ്റ് എടുക്കുന്ന ആൾക്ക് AE ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി എഫേർട്ട് ആ AE എക്സാം വരുമ്പോൾ ഇടണം. മനസ്സിലായോ? AE ലെവലിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പഠിക്കണം. അത് 2000 എന്നാണ് ഉണ്ട്. എന്നാ പിന്നെ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യൂ ജെറീന, ഒരു കാര്യം ചെയ്യൂ. 2022 ക്ലാസ് പഠിച്ച് 2021 2 അപ്പൊ ആ നോട്ട്സ് ആകുമ്പോൾ വലിയൊരു വ്യത്യാസം വരുന്നില്ല. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ടോപ്പിക്സ്. അപ്പോൾ നോട്ട് ഓൾറെഡി കയ്യിലുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. മെക്കാനിക്കൽ ഒന്നും വേണ്ട. അത് വാട്ടർ അതോറിറ്റി AEക്ക് മാത്രമുള്ള സബ്ജക്ട്സ് അല്ലേ, അത് നമ്മൾ നോക്കണ്ട. ഇപ്പൊ വരാൻ പോകുന്നത് പ്യുവർലി സിവിൽ ബേസ്ഡ് ആണ്, അത് മാത്രം നോക്കിയാൽ. അത് ആ സിലബസ് കുറച്ച് ഡിഫറെന്റ് അല്ലേ. അപ്പൊ അത് വാട്ടർ അതോറിറ്റിക്ക് എക്സ്ട്രാ വരുന്നത് നമ്മൾ ഇതിന് നോക്കണ്ട, PWDക്ക് നോക്കേണ്ട ആവശ്യമില്ല. മതി മതി, കുഴപ്പമില്ല. സൺഡേ ബാച്ച് എടുക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ റിഫ്രഷ് ആവും. എന്തെങ്കിലും എക്സ്ട്രാ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ, കാരണം നോർമലി നമ്മൾ എല്ലാ ഫാക്കൽറ്റീസും കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ 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 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. അത് ഏതെങ്കിലുമൊക്കെ ചില പോർഷൻസിലായിരിക്കും അപ്ഡേഷൻ വരുന്നത്. അത് അറിയാനായിട്ട് സൺഡേ ബാച്ച് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലാസ് ഇരിക്കുമ്പോൾ കിട്ടും. അത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ, ട്രൈ ചെയ്യാം. ഇനി വരാൻ പോകുന്ന ഈ എക്സാംസിനെ കുറിച്ചും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഒരുപാട് പേരുടെ ചാറ്റ് ബോക്സിൽ കമന്റ് വരുന്നതുകൊണ്ട് ഞാൻ പറയാണ്. നമുക്കിനി വരാനുള്ളത്, ഉടനെ വരുന്നത് PWD AE, അത് കഴിഞ്ഞ് ഇറിഗേഷൻ AE, ഹൗസിംഗ് ബോർഡ്, വാട്ടർ അതോറിറ്റി, RRB JE, SSC JE. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ട് വരാൻ പോകുന്ന എക്സാമിനേഷൻസ്. നിമ്മി പറഞ്ഞു. 2020 19 ഓക്കെ. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല നിമ്മി. വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. ഓക്കെ. വീട്ടിൽ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. ഓക്കെ. 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 അതാണ് നല്ലത്. കാരണം ഫസ്റ്റ് ടൈം ഒരു 45-നും 55-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് നിമ്മി. അപ്പൊ അതൊരു വലിയൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ PWDക്ക് കുറച്ചുകൂടി ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു കോച്ചിങ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നിമ്മിക്ക് പറഞ്ഞു. സിലബസ് ആക്ച്വലി എല്ലാ AE എക്സാമിനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തോ? അതെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, വാട്ടർ അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡീഷണൽ സബ്ജക്ട്സ് വരുന്നുണ്ട്. അതർവൈസ് നമ്മുടെ സിവിൽ ബേസ്ഡ് AEക്കെല്ലാം ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ മെൻഷൻ ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ LSDD AE ആക്ച്വലി പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതൊരു കഴിഞ്ഞ AE എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ കൂടി കേൾക്കുന്നില്ല. നിമ്മി ക്ലിയർ ആണോ? ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 5 വർഷം 2020-ന് ശേഷമാണ്
ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആയി തുടങ്ങി. 2020 ഫെബ്രുവരിയിലാണ് നമ്മുടെ PWD ആൻഡ് ഇറിഗേഷൻ, പിന്നെ അത് കഴിഞ്ഞ് കുറേ ഡിപ്പാർട്ട്മെന്റ്സ് കമ്പൈൻ ചെയ്ത് LSDD ഒക്കെ വന്നത്. പക്ഷെ അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസി തന്നെയാണ്. കാരണം ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ടൈം സെൽഫ് പ്രിപ്പറേഷനിൽ 45-നും 55-നും ഇടയ്ക്ക് മാർക്ക് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി ഗുഡ്. ആക്ച്വലി ഇറ്റ് ഇസ് വെരി ഗുഡ്. പക്ഷെ ഇനി വരാൻ പോകുന്ന എക്സാമിന് കുറച്ചുകൂടി പറയട്ടെ നിമ്മി, ഞാൻ ഇനി വരാൻ പോകുന്ന എക്സാമിന് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നിമ്മി അതിന് കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടി ലെവലേ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. കാരണം PWD ആയതുകൊണ്ടും എന്തായാലും അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഒന്ന് കോച്ചിങ് എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. നിമ്മി കോച്ചിങ് എടുക്കാനല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. നിമ്മി ഇപ്പൊ വർക്കിംഗ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ എങ്കിലും എടുക്കാൻ ശ്രമിക്കുക നിമ്മി, കേട്ടോ. കാരണം എന്തായാലും ഒരു ഓക്കെ ഓക്കെ ഓൺലൈൻ ആയാലും എടുത്തിട്ട് ഇപ്പൊ നിമ്മി സെൽഫ് പ്രിപ്പറേഷനിൽ ഇത്രയും വാങ്ങിച്ച ഒരാളാണെങ്കിൽ ഓൺലൈൻ എടുത്താൽ കുറെ കൂടി ബെറ്റർ ആവും. ഡെഫിനറ്റ്ലി ബെറ്റർ ആവും. ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തത് ചോദിച്ച് വാങ്ങിക്കുക, കേട്ടോ. അപ്പൊ ആ വർക്കൗട്ട് സെഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയി കിട്ടും. കാരണം ആ പ്രോബ്ലംസ് എല്ലാം അതിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറെ കൂടി ബെറ്റർ ആവും, നല്ല മാർക്കിലേക്ക് വരാൻ സാധിക്കും. ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തതാണ്. ഓഫീസിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്സ് കിട്ടും. ഓൾറെഡി നിമ്മി ഇപ്പൊ ഓൺലൈൻ ബാച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നോട്ട്സ് നിമ്മി തന്നെ പ്രിപ്പയർ ചെയ്യുമല്ലോ. അത് നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല. MCQ എന്തായാലും വേണം. 183 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വേണം. അതെന്തായാലും വേണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാമോ അത്രത്തോളം നല്ലതാണ്. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. LSDD AE നമുക്ക് എത്ര പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അറിയുന്ന വെച്ചിട്ട് ഒരു 50-ൽ കൂടുതൽ കട്ട് ഓഫ് പോകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വി ആർ നോട്ട് ഷുവർ. കാരണം ഇപ്പൊ നമുക്ക് സിവിലിയൻസിലുള്ള റിസൾട്ട് ഞാൻ പറയാം. ഇപ്പൊ സിവിലിയൻസിൽ കുറെ സ്റ്റുഡൻസ് 71 മാർക്ക് 61 മാർക്കൊക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിലും മെജോറിറ്റി ഇപ്പൊ പറഞ്ഞ റേഞ്ചിനകത്താണ് വരുന്നത്. ഒരു 40 to 55 റേഞ്ചിലാണ് ഒരുപാട് പേര് വരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കട്ട് ഓഫ് എന്തായാലും പോവില്ല. കാരണം 71, 72 മാർക്സ് ഒക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് ഹൈയസ്റ്റ് മാർക്സ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പൊ അതുകൊണ്ട് അതിൽ താഴെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാലും ഷുവറായിട്ട് ഞാനിപ്പോ ഒരു കട്ട് ഓഫ് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ അതുകൊണ്ട് വലിയ കട്ട് ഓഫ് പോവില്ല. ഇപ്പം നിമ്മിക്ക് അത് നിമ്മിക്ക് അല്ല, നിമ്മി അത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിമ്മിക്ക് LSDD കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാലും PWD വിടരുത്. PWDയും കൂടെ എഴുതണം. കാരണം ഇത്രയും ഫസ്റ്റ് ടൈം ഇത്രയും വാങ്ങിക്കാൻ പറ്റുന്ന ഒരാൾക്ക് നല്ലൊരു ടോപ്പ് റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നതല്ലേ, നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്യുക, കേട്ടോ. ഈ കോച്ചിങ് ഒക്കെ എടുക്കുക. എല്ലാ ഹെൽപ്പിനും സിവിലിയൻസ് ഉണ്ടാവും. ഓക്കെ, KSCB സിവിൽ അരുൺ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് KSCB AE കുറിച്ച് തൽക്കാലം അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഹൗസിംഗ് ബോർഡ്, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി, PWD ഇതാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള AE. പിന്നെ SSCGയും RRBGയും. വേറെ ആർക്കെങ്കിലും ഒരു മാക്സിമം ഉള്ള ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്തു ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞോളൂ. എന്റെ പേര് നന്ദിനി. പറഞ്ഞു നന്ദിനി. ഞാനിപ്പോ 2025
ബിടെക് പാസ് ഔട്ട് ആണ്. ഓക്കെ. സോ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എംടെക്കിന് ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഇതിന്റെ ഇടയിൽ വരുന്ന എക്സാംസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പൊ എംടെക്കും കൂടെ ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. അതായത് ഹലോ, പറഞ്ഞോളൂ. എംടെക്കുമായിട്ട് ക്ലാസ്സസ് ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് റെഗുലർ ബാച്ചിന് ചിലപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ബാച്ച് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അതും എംടെക് പഠിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഓൺലൈൻ ബാച്ച് തന്നെയാണ് നല്ലത്. പക്ഷെ നന്ദിനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കാൻ സമയം കണ്ടെത്തണം. ഇപ്പം നേരത്തെ ഒരാൾ എന്നോട് റിസ്വാൻ ചോദിച്ചു. റിസ്വാൻ ഓൾറെഡി കോച്ചിങ് കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്വാൻ അത്രയും ബുദ്ധിമുട്ട് വരില്ല. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ അതൊന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി. ഇപ്പം നന്ദിനി കുറച്ചുകൂടി എഫേർട്ട് ഇടണം. അതായത് ഇപ്പോൾ ഓൺലൈൻ ബാച്ച് എടുത്താലും കറക്റ്റായിട്ട് വീഡിയോസ് കാണണം, അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പോകണം. കാരണം കുറേ കവർ ചെയ്യാനുണ്ടല്ലോ നമുക്ക് ടോപ്പിക്സ്. അപ്പം അതുകൊണ്ട് ജെന്യുവിൻലി ഭയങ്കരമായിട്ട് ഒന്ന് എഫേർട്ട് ഇടണം. കുറച്ച് ടൈറ്റ് ആകും, കാരണം എംടെക് ആകുമ്പോൾ അതിൻ്റെതായ കുറേ വർക്കുകളും കൂടെ വരും. അപ്പം ഡെഫിനറ്റ്ലി ആ വീഡിയോസ് കണ്ട് തീർത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബിജി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ബിജി, ഇടയ്ക്ക് രണ്ടുപേരുടെ സൗണ്ട് വരുന്നുണ്ട്. നന്ദിനി പറഞ്ഞു. ഞാൻ ആക്ച്വലി സിഗ്നൽസില് ഡേറ്റ് കോച്ചിങ് ഓൺലൈൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ബിടെക് ക്ലാസ് ടൈമിൽ. അപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഇത് എൻക്വയറി ചെയ്തിരുന്നു. അപ്പൊ ന്യൂ ബാച്ചിനെ കുറിച്ച് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ഡിഫറെന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പൊ സോ ഞാൻ ഓൺലൈൻ ആയിട്ട് എടുക്കുകയാണ്. വീട്ടിൽ വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരാൻ പറ്റുമോ? ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാക്കൽറ്റീസ് ഞങ്ങൾക്ക് 3 സെൻറ്റർ ഉണ്ടല്ലോ. ഇപ്പോൾ ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊല്ലം 3 സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഫാക്കൽറ്റീസ് പലരും പല സെൻറ്റേഴ്സിലായിരിക്കും. ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നവർക്ക് ഡിസ്കഷൻ ബോർഡ് വരും. ആ ഡിസ്കഷൻ ബോർഡിലോട്ട് ഡൗട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ ഒരു 24-48 hours കിട്ടും. അല്ല, അന്ന് ഡിസ്കഷൻ ബോർഡ് ഉണ്ടായിരുന്നില്ലേ ഓൺലൈനിൽ? ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ചിലപ്പം ഒരു ഡൗട്ട് ആയിരിക്കും, ഒരു സ്റ്റെപ്പ് സ്റ്റക്ക് ആവും. അപ്പൊ ആ ഒരു ഡൗട്ട് ചോദിക്കുന്നു. അപ്പൊ ചിലപ്പോ അത് നമുക്ക് ആൻസർ കിട്ടി വരാൻ നമ്മൾ വേർബലി നേരിട്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കും. അതെ, എനിക്കത് മനസ്സിലായി. ഡെഫിനറ്റ്ലി നമ്മൾ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഫാക്കൽറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളെല്ലാവരും ഫുൾ ഡേയ്സ് നമ്മൾ ടൈറ്റ് ഷെഡ്യൂളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നന്ദിനി ഒരു സബ്ജക്റ്റ് ചോദിക്കാൻ വരുമ്പോൾ ആ ഫാക്കൽറ്റി അവിടെ ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ. കാരണം ആള് കോഴിക്കോടാണെങ്കിൽ എന്ത് ചെയ്യും, കൊല്ലത്താണെങ്കിലോ? മനസ്സിലായോ സിറ്റുവേഷൻ? മനസ്സിലായോ? ഓരോ ദിവസവും നമ്മൾ ഓരോ സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം ട്രിവാൻഡ്രത്താണെങ്കിൽ നെക്സ്റ്റ് ഡേ കൊല്ലത്തായിരിക്കും. ഒരു 1 week നമ്മൾ കാലിക്കട്ടായിരിക്കും. അപ്പോൾ നന്ദിനി വരുന്ന ദിവസം ആ ഫാക്കൽറ്റി ഉണ്ടെന്നുള്ള ചോദിച്ചിട്ട് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ക്ലിയർ ആണ്? സൺഡേ ബാച്ച് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു സൺഡേ ബാച്ച് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് സൺഡേ ബാച്ച് തുടങ്ങുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ഒന്ന് ഓഫീസിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരും കേട്ടോ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഓഫീസിലൊന്ന് കോൺടാക്ട് ചെയ്ത് അവർ പറയും സൺഡേ ബാച്ച് അടുത്ത എന്നാണ് തുടങ്ങുന്നത്. എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അതായത് മൺഡേ ടു സൺഡേ സിവിലിയൻസ് ഓപ്പൺ ആണ്. ഇവിടെ ക്ലാസ്സസ് എല്ലാ ദിവസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പബ്ലിക് ഹോളിഡേയ്സ് ഇല്ല. ഒരു പബ്ലിക് ഹോളിഡേയ്സ് ഇല്ല. ഇപ്പോൾ ഓണമൊക്കെ നമുക്ക് തിരുവോണം അങ്ങനെയുള്ള റെയർ ഹോളിഡേയ്സ് മാത്രമേ ഉള്ളൂ. പറയട്ടെ, പഠിപ്പിക്കുന്ന ആളിനോട് തന്നെ ചോദിക്കുന്നതാണ് ബെറ്റർ നന്ദിനി. കാരണം അവർ അത്രയും ഡീപ്പായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മറ്റേയാൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ആയിരിക്കില്ല. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് എപ്പോഴും ആ കറസ്പോണ്ടിങ് സബ്ജക്ട് എക്സ്പേർട്സിനോട് തന്നെ ചോദിക്കുക. ദാറ്റ്സ് ബെറ്റർ. അതെ, സൺഡേ അത് ദിവസമല്ല പ്രശ്നം, ഫാക്കൽറ്റി ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വരണം.
അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരാൾ കാലിക്കറ്റ് ആണെങ്കിൽ ആൾ ഒരാഴ്ച കാലിക്കറ്റ് ആയിരിക്കും. അപ്പൊ ഈവനിങ് എന്നുള്ളത് നമുക്ക് 5 മണി വരെയാണ് ക്ലാസ്. ഇപ്പം ഈ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ 5 മണി വരെ ആണെങ്കിൽ 5 മണി കഴിഞ്ഞാൽ എല്ലാവരും ഫാക്കൽറ്റീസ് പോകും. കാരണം 8 to 5 അല്ലെങ്കിൽ 9 to 5 ഒക്കെ ക്ലാസ് എടുക്കുന്നതല്ലേ. അപ്പം നിങ്ങൾ നേരത്തെ വിളിച്ച് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ വെയിറ്റ് ചെയ്യും. ഇൻഫോം ചെയ്യണം. ഫാക്കൽറ്റി അറിയുന്നില്ലല്ലോ ഇപ്പൊ ഒരാൾ വരുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ അത് നേരത്തെ വിളിച്ച് ഓഫീസിൽ ഇൻഫോം ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇല്ല. അതെന്താന്ന് പറഞ്ഞാല് ഇപ്പോ സിവിലിയൻസിൽ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അല്ലെ, 1000കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ഫാക്കൽറ്റിക്ക് അത് എത്രത്തോളം പ്രാക്ടിക്കലി ഒന്ന് ആലോചിക്കണം, ഒരുപാട് ലാഗ് ആവും. കാരണം ഒത്തിരി ആൾക്കാർ അങ്ങനെ അയക്കാൻ തുടങ്ങിയാൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കാതെ ഡിസ്കഷൻ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് തന്നെ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. കാരണം ഒത്തിരി പേര് അങ്ങനെ അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ താഴെ ലാഗായി കിടക്കും. നമുക്ക് ആ ഒരു ടൈം കിട്ടാതെ വരില്ലേ. അതുകൊണ്ടാണ് ഡിസ്കഷൻ ബോർഡ് വെച്ചിരിക്കുന്നത് തന്നെ. ഓക്കെ, പഠിക്കുന്ന ഒരാൾക്ക് ഓൺലൈൻ തന്നെയാണ് ബെറ്റർ. ഓക്കെ, ക്രാഷ് കോഴ്സ് ഉണ്ടാകുമോ എന്ന് അബി ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്തില്ല. പൊതുവെ ക്രാഷ് കോഴ്സ് ആകുമ്പോൾ എക്സാമിനോട് അടുത്തായിരിക്കും വരിക. ഓൾറെഡി കവർ ചെയ്ത ആൾക്കാർക്ക് ക്രാഷ് അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ തീരുമാനിച്ചില്ല, നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ഡേറ്റ് വന്നാൽ നമുക്ക് ക്രാഷിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ അലീഷ. കേക്കാം, അലീഷ പറഞ്ഞോളൂ. എനിക്കത് കുറച്ച് ടഫായിരുന്നു. ഞാനിപ്പോ PWDക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് മന്ത് അബ്രോഡ് പോകുന്നുണ്ടെങ്കിൽ അബ്രോഡ് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഒരു ജോബ് എനിക്ക് അതും അവർക്കൊരു ജോബ് കണ്ടും ഈ കോച്ചിങ്ങും എനിക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമോ? ജോബ് ഹണ്ട് ആണോ ജോബായിട്ടാണോ പോകുന്നത്? ജോബ് ഹണ്ടാണ് നോക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ അലീഷ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൺലൈൻ ആയിരിക്കും അലീഷ എടുക്കുന്നത്. കറക്റ്റായിട്ട് വീഡിയോസ് കണ്ട് തന്നെ പോകണം. കാരണം വേറൊന്നുമല്ല അലീഷ, കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് അപ്പോൾ കൂടണം. ഇപ്പോൾ ജോബും കൂടെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ജോബ് ഹണ്ടും കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എഫേർട്സ് കൂടുതലിടണം. കാരണം ഹൈ കോമ്പറ്റീഷനാണ്. ഈ PWD ഒക്കെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഡെഫിനറ്റ്ലി ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ എഫേർട്സ് ഇട്ടാലേ കവർ ചെയ്ത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അലീഷ ജോബ് ഹണ്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എന്തായാലും ജോബ് കിട്ടുന്നവരെയുള്ള സമയം ഉണ്ടാവും. ആ സമയങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ജോബ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ ഈവനിങ്സോ ഫ്രീ ടൈമിലോ അതുപോലെ വർക്ക് ചെയ്യണം. ഞാൻ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാതെ ഞാൻ പറയില്ല. ഞാനിപ്പം ഫാക്ട്സ് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഞാൻ ഷുഗർ കോട്ട് ചെയ്തൊന്നും പറയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അലീഷ, എഫേർട്സ് ഇടാൻ പറ്റും, റെഡി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ മാനേജ്. എവിടെയാണെങ്കിലും, നാട്ടിലാണെങ്കിൽ, ഇപ്പം നാടാണോ എബ്രോഡാണോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ രണ്ടിടത്തും ഓൺലൈൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള സമയം നമുക്ക് വേണം. That's it. Clear ആയോ അലീഷ? അതാണ് ഞാൻ ഇപ്പം ആൻസർ ചെയ്തത്. അതാണ് ഇപ്പം ഞാൻ നന്ദിനിയോട് പറഞ്ഞത്. ഡൗട്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് ഫാക്കൽറ്റി എവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പം 3 സെന്റേഴ്സ് സിവിലിയൻസിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാ ഫാക്കൽറ്റീസും എല്ലാ സമയം ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് ഒരു ടൈം ടേബിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ടൈം ടേബിളിൽ നമ്മൾ ആ സമയത്തെല്ലാം ഒരു ദിവസം 7.5 അവേഴ്സോളം നമുക്ക് ഇവിടെ ക്ലാസ് നടക്കുന്ന. അപ്പോൾ ആ സമയത്തെല്ലാം ഫാക്കൽറ്റി ക്ലാസ്സിലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യാം, എങ്കിലേ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഡിസ്കഷൻ ബോർഡ് വെച്ചിരിക്കുന്നത് തന്നെ. കാരണം ഫാക്കൽറ്റീസിന് നമുക്ക് ഡയറക്റ്റ് ബാച്ച് വരുന്നവർക്ക് കിട്ടും. കാരണം നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നു, അതെല്ലാം ഓക്കെയാണ്. പ്രാക്ടിക്കലി നമുക്കത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഡിസ്കഷൻ ബോർഡാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ. ഫാക്കൽറ്റീസ് കറക്റ്റ് ഇവിടെ കാണണം. അത് നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് കൺഫേം ചെയ്താലേ പറ്റുള്ളൂ. ഹോസ്റ്റല് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ്
നിൽക്കുന്ന ഹോസ്റ്റൽസിന്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റും. നമ്മളായിട്ട് ഡയറക്റ്റ് ഹോസ്റ്റൽസ് റൺ ചെയ്യുന്നില്ല. ഇപ്പൊ കാലിക്കറ്റ് ആണെങ്കിൽ ഒരുപാട് ബാച്ചസ് ഉണ്ടല്ലോ, അവിടെ എല്ലാവരും സ്റ്റുഡൻസ് ഹോസ്റ്റൽ, ഒത്തിരി പേര് ഹോസ്റ്റലിലാണ്. അപ്പൊ ആ ഹോസ്റ്റലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ കുട്ടികളെയും നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റും. ഓക്കെ. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഓൺലൈനെ കുറിച്ച്. ഉം. അതിന്റെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പറഞ്ഞു. ഓൺലൈൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ ആ. നമ്മൾ എത്ര നേരം നമ്മൾ ഇതിന് വേണ്ടി കൊടുക്കേണ്ടി വരും? ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ഡെയിലി നമുക്ക് എന്തായാലും 2 സെഷൻസ് എന്തായാലും ഉണ്ടാവും. ഒരു 3.5 hours വരുന്ന 3.5 or 3 hours ഈച്ച് വരുന്ന 2 സെഷൻസ് എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ 3 സെഷൻസ്, നോർമലി 2 സെഷൻ ആയിരിക്കും, ചിലപ്പോൾ 3 സെഷൻസ് ഉണ്ടാവും. ലൈവ് ബാച്ച് ആണ് എടുക്കുന്നതെങ്കിൽ ലൈവ് സെഷൻസ്. വജ്ര പോലുള്ള ക്ലാസ്സസ് ആണെങ്കിൽ റെക്കോർഡഡ് ആണ്. അത് നിങ്ങളുടെ കൺവീനിയൻസിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നന്ദിനി എന്നോട് എങ്ങനെയാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അതുപോലെ ഇന്ററാക്ട് ചെയ്യും. ഇത് ലൈവ് ആണല്ലോ, അതേപോലെ. നോർമലി 9:30 to 1, 2 to 5, ചിലപ്പോൾ 2 to 5, 6 to 9 നൈറ്റ്, അങ്ങനെ ടൈമിങ്സ് മാറി മാറി വരും. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ് റെക്കോർഡഡ് ആയി, എല്ലാ ക്ലാസ്സും ലൈവിന്റെ എല്ലാ ക്ലാസ്സും 24 hours റെക്കോർഡഡ് ആയിട്ട് ആപ്പിലേക്ക് തരും. അത് നിങ്ങൾ റെക്കോർഡഡ് ആയിട്ട് കാണേണ്ടി വരും. അതപ്പോൾ ലൈവ് ആവില്ല. ലൈവിന്റെ ടൈമിൽ തന്നെ കയറിയാൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ അതായത് ഈവനിങ് ബാച്ചസ് ഉണ്ട്. ഈവനിങ് ബാച്ച്, ഒരു ഈവനിങ് ബാച്ച് ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ആയി പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈവനിങ് ബാച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓഫീസിൽ ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഈവനിങ് ബാച്ച് അടുത്ത് എന്നാ തുടങ്ങുക എന്നുള്ളത് ചോദിച്ചാൽ മതി. അപ്പം നമ്മളിപ്പോൾ സെഷന്റെ ലാസ്റ്റിലേക്ക് വരികയാണ്. ഇറിഗേഷൻ ഈ എക്സാം എപ്പോൾ എക്സ്പെക്ട് ചെയ്യാമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ എക്സാംസ് എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത ഏറ്റവും ആദ്യം വരുന്ന ഏതാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി PWD AE തന്നെയാണ്. ഇറിഗേഷനും ഹൗസിംഗ് ബോർഡും എല്ലാം നമ്മൾ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്ന് വരും എന്നുള്ള ഇൻഫർമേഷൻ നമുക്കില്ല. നോട്ടിഫിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും 2-3 മാസം ഗ്യാപ്പിനുള്ളിൽ എക്സാം നടക്കാം, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റാങ്ക് ബൂസ്റ്റർ കോഴ്സ് എക്സാം വരും. എക്സാം ഡേറ്റ് വരുന്ന അനുസരിച്ചിട്ടാണ് റാങ്ക് ബൂസ്റ്റർ വരുന്നത്. അതും ഉണ്ടാവും. എല്ലാ ബാച്ചസും നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് August 6 പുതിയ AE ബാച്ച്, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ഒരു ലോങ് സെഷൻ ആയിരുന്നു. എല്ലാവരുടെയും പല ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എറണാകുളം തൽക്കാലം നമുക്ക് കോച്ചിങ് ഇല്ല രേഷ്മ. നമുക്ക് 3 സെന്റേഴ്സേ ഉള്ളൂ, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആൻഡ് കൊല്ലം. ഹലോ പറഞ്ഞു. ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഓവർസിയറിന് കവർ ചെയ്യുക. പ്രോബ്ലംസ് ഇല്ല. തിയറി തന്നെയാണ് കൂടുതലും വരുന്നത്. കൂടുതലല്ല, മെജോറിറ്റി അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എടുക്കുന്നവർക്ക് ESC ഒഴിച്ച് ബാക്കി എല്ലാ എക്സാംസും കവർ ചെയ്യാൻ പറ്റും. അതറിയില്ല കൃത്യമായിട്ട്. എന്തായാലും ഈ ഇയർ കടന്നു പോകത്തില്ല, ഉടനെ തന്നെ ഉണ്ടാകും. പക്ഷെ കൃത്യമായിട്ട് എന്നായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു ഇൻഫർമേഷൻ ആക്ച്വലി ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ ശരി. അപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞോളൂ. വജ്രയുടെ സ്പീഡ് കൂട്ടാൻ പറ്റുന്നില്ല എന്നാണോ? 2 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വേണം എന്നാണോ? അത് ഒന്ന് നമ്മുടെ ടീമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. കാരണം അങ്ങനത്തെ ഡീറ്റെയിൽസ് ആക്ച്വലി ഇപ്പം സ്പീഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ നിന്നാണ് അത് ചെയ്യുക. അപ്പം അതൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പം അവരത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തു തരും. അതെ. സ്റ്റേറ്റ്മെന്റ് വരാം.
കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ LSDD AEക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി അതിന് മുന്നേ നടന്ന AEയേക്കാൾ ഡിഫറൻറ്റും ആയിരുന്നു, കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ PWD ഇറിഗേഷൻ ഒന്നും നമ്മൾ അങ്ങനെ അത്രയും ലിബറൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കുറച്ച് കൂടി സ്റ്റേറ്റ്മെന്റും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി കുറച്ച് ഡിഫിക്കൽട്ടി ലെവല്. അല്ല, കഴിഞ്ഞ അതിന് മുന്നത്തെ EEക്കും കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി ടഫായിരുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇനി വരുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവലാണ് പ്രതീക്ഷിക്കണം. അങ്ങനെ പ്രിപ്പയർ ചെയ്താലേ നമ്മൾ ക്രാക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പോളി ലെക്ചറൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നാൽ അപ്പം തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക, ഹോപ്പ്ഫുൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ച് AEമാരാകുക. PWD AE തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു ഫോർ ജോയിനിങ്. സോ ഇറ്റ് വാസ് ഗുഡ്. എല്ലാവരും നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.